നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് 1875കളിൽ നടന്ന ഒരു കഥയാണ്. ഒരു ആനവേട്ടയുടെ കഥ. മാണ്ഡലിയിലെ ഭ്രാന്തൻ ആനയുടെ കഥ. അതിനെ കൊന്ന ആർതർ ബ്ലൂംഫീൽഡിന്റെ കഥ. അക്കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയാണെന്ന് പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ആ സമയത്ത് ബ്ലൂംഫീൽഡ്. മധ്യപ്രദേശിലെ മാണ്ഡല ജില്ലയിൽ നടന്ന നാശം വിതച്ചുകൊണ്ടിരുന്ന ആ കൊമ്പനെക്കുറിച്ചുള്ള കഥയാണ്. അക്കാലത്ത് അദ്ദേഹം ആ ജില്ലയുടെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു. നമുക്കിനി ഒട്ടും താമസിക്കാതെ നേരെ കഥയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുവാൻ മറക്കല്ലേ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. മാണ്ഡലയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് കഥയിലേക്ക് പോകാം. മധ്യപ്രദേശത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മാണ്ഡല ജില്ല പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും സമൃദ്ധമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ഒരു അപൂർവ സമ്മിശ്രണമാണ്. പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മാണ്ഡല പ്രകൃതി സ്നേഹികൾക്ക് ഒരു സ്വർഗമാണ്. നർമ്മദാ നദി ജില്ലയിലൂടെ ഒഴുകുന്നു. അതിൻ്റെ തീരങ്ങളിൽ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന കാൻഹ ദേശീയോദ്യാനം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അത് കടുവകൾക്കും മറ്റു വന്യജീവികൾക്കും പ്രസിദ്ധമാണ്. മാണ്ഡല ജില്ലയിൽ പല ചരിത്രങ്ങളും ഉറങ്ങുന്നുണ്ട്. ഇതിലേറെയും സംഭവിച്ചിരിക്കുന്നത് ഗോണ്ട് രാജവംശത്തിന്റെ ഭരണകാലത്താണ്. 1875 പ്രസിദ്ധമായ ഭ്രാന്തനാനയുടെ സംഭവങ്ങളും ഇവിടെയാണ് നടന്നത്. ആ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഗോണ്ട്, ബൈഗ തുടങ്ങിയ ആദിവാസി സമൂഹങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. കലാപാരമ്പര്യത്തിന് മാണ്ഡല പേരുകേട്ടതാണ്. കൃഷിയും വനവിഭവങ്ങളുമാണ് ഇവിടുത്തെ സാമ്പത്തിക അടിത്തറ. ഇത്രയൊക്കെയാണ് ഈ സ്ഥലത്തെപ്പറ്റി എനിക്ക് പറയുവാനുള്ളത്. 1830 1840 കാലഘട്ടത്തിൽ ബെറോറിൽ നടന്ന കലാപങ്ങളിലൊന്നിൽ എൽപ്ഷ്പൂരിൽ നിന്നും ഒരാൺ ആന ഉടമയിൽ നിന്നും രക്ഷപ്പെട്ടു. വടക്കോട്ട് കാട്ടിലേക്ക് ഓടിപ്പോയി. അത് മധ്യപ്രദേശിലൂടെ കിഴക്കൻ ഘട്ട് വരെ നീളുന്ന മലനിരകളിലൂടെയായിരുന്നു കടന്നുപോയത്. അങ്ങനെ ആന ചിന്ദ്വാര ജില്ലയിൽ എത്തി. നാഗ്പൂർ രാജാവ് അതിനെ പിടികൂടാൻ കാലാൾപ്പടയും കുതിരപ്പടയും അയച്ചു. മാസങ്ങളോളം അവർ ആനയെ അന്വേഷിച്ചു. അവിടെ എത്തിച്ചേർന്ന ആ കൊമ്പനെ പിടികൂടുവാൻ പല തന്ത്രങ്ങളും പല കെണികളും അവിടുത്തെ ആളുകളും സൈനികരും കൂടി നടത്തി നോക്കി. എന്നാൽ യാതൊരു ഫലവും കണ്ടില്ല. മാസങ്ങൾക്കിപ്പുറം ആന ചിന്ദ്വാര കുന്നുകൾക്ക് വിട നൽകി നാഗ്പൂർ നഗരത്തിലൂടെ കടന്ന് വടക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് ബാലാഘാട്ട് കുന്നുകളിൽ എത്തി. അവൻ എത്തിച്ചേർന്ന മലനിരകളിൽ ഇടതൂർന്ന വൃക്ഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഗോണ്ട്, ബൈഗ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നു അവിടെയുള്ള ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്നത്. ആന ആ മലനിരകളിലേക്ക് എത്തിയെങ്കിലും അവനെ പിന്തുടർന്നു വന്ന സൈന്യവും വേട്ടക്കാരും അവനെ വിട്ടുകളയുവാൻ തയ്യാറായിരുന്നില്ല. ആനയെ പിടിക്കുവാൻ വേണ്ടി പല വാരിക്കുഴികളിലും കുന്നിന്റെ പല ഭാഗങ്ങളിലും അവർ ഒഴുക്കി. എന്നാൽ ആന അതിലൊന്നും വീണില്ല. ഇങ്ങനെയുള്ള ഈ മനോഹരമായ കുന്നുകളിലൂടെ അവൻ സ്വൈര്യവിഹാരം നടത്തി. അവൻ സ്വതന്ത്രമായി അലഞ്ഞു തിരിഞ്ഞു നടന്നു. ആ കുന്നുകളിൽ അവന് കഴിക്കുവാൻ ആവശ്യത്തിന് പഴങ്ങളും ഇലകളും വേരുകളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം അവൻ ആവോളം ആഹരിച്ച് മനുഷ്യവാസം തീരെ കുറഞ്ഞ സ്ഥലങ്ങളിലൂടെ അവൻ സഞ്ചരിച്ചു. മനുഷ്യന്റെ മുന്നിലേക്ക് അവൻ വരുവാൻ പോലും തയ്യാറായിരുന്നില്ല. അതുമാത്രമല്ല, അവൻ ഇപ്പോൾ എത്തിയിരുന്ന പ്രദേശങ്ങളിൽ മനുഷ്യർ അപൂർവമായി മാത്രമേ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യരുമായുള്ള കാഴ്ച വളരെ കുറവുമാണ്. അവൻ ഒരിക്കൽ പോലും അവിടെ താമസിച്ചിരുന്ന ആ കുന്നുകൾക്ക് താഴെയും മറ്റും താമസിച്ചിരുന്ന ആദിവാസി വിഭാഗങ്ങൾ കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളിലേക്ക് എത്തിപ്പോലും നോക്കുവാൻ തയ്യാറായില്ല. എന്നുവെച്ചാൽ അവൻ ഒരിക്കലും ആക്രമിച്ചില്ല. 1868 വിർണകർത്താവ് ബാലക്കോട്ട് ജില്ലയിലെ ഡെപ്യൂട്ടി കമ്മീഷണറായി ചേർന്നപ്പോൾ ആന വടക്കുള്ള ഫൈസൻഘട്ട് പ്രദേശത്തിലെ വനങ്ങളിലായിരുന്നു. അവനിപ്പോൾ വിഹരിച്ചു കിടക്കുന്ന ആ സ്ഥലത്ത്, ആ വനത്ത് ഗോത്രവിഭാഗക്കാർ വളരെ കുറവാണ്. മഴക്കാലമാകുമ്പോഴേക്കും അവൻ മലയിറങ്ങും. അടുത്തുള്ള കൃഷിയിടങ്ങളിലേക്ക് പോകും. അവിടെ താമസിക്കുന്ന കർഷകരും മറ്റും കൃഷിയിടങ്ങളിലും മറ്റും ഇട്ടിട്ട് പോകുന്ന കലപ്പയും മറ്റും എടുത്തുകൊണ്ടു പോകുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റിയിടുന്നതെല്ലാം അവൻ്റെ കുസൃതികളായിരുന്നു. എങ്കിലും അവൻ കൃഷിയിടങ്ങളിൽ വലിയ നാശനഷ്ടമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. മധ്യപ്രദേശിൽ ബലിസ്പൂർ ജില്ലയിലെ മാറ്റിൻ, ഉപ്രോറ സമാന്തരികളിൽ മാത്രമാണ്, നീന്താരികളിൽ മാത്രമാണ് കാട്ടാനകളുള്ളത്. അതും ഈ കാടുകളിൽ നിന്നും ഏകദേശം 250 മൈൽ അകലെയാണ്. അതിനാൽ തന്നെ മറ്റാനക്കൂട്ടുകളുമായി യാതൊരു ബന്ധമോ അടുപ്പമോ ഇവനുണ്ടായിരുന്നില്ല. അതിനാലൊക്കെ ആയിരിക്കാം ഇവന്റെ കൂട്ട് 2 കാട്ടുപോത്തുകളുമായിരുന്നു. കൂടുതൽ സമയവും അവിടുത്തെ ആളുകൾ ആനയെ കണ്ടിരുന്നത് ആ കാട്ടുപോത്തുകൾക്കൊപ്പമാണ്. പലതവണയും ഞാൻ വനത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ അവന്റെ കാലടയാളങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ കാലടയാളം മഴക്കാലത്തുണ്ടാക്കിയവയാണ്. ഒരുപാട് മാസം പഴക്കമുള്ള കാൽപ്പാടാണ്. അതുകൊണ്ട് തന്നെ അത് പിന്തുടർന്നു പോകുവാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അതുമാത്രമല്ല,
ഔദ്യോഗിക കടമ ഉള്ളതുകൊണ്ട് തന്നെ അന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും എനിക്ക് കഴിയുമായിരുന്നില്ല. ഇതിനെല്ലാം പുറമെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ ശല്യവും ചെയ്യാതെ നടക്കുന്ന ഒരു കാട്ടാനയെ കൊല്ലാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അതുമാത്രമല്ല, അവനെ ജീവനോടെ പിടിക്കുകയാണെങ്കിൽ അവനെക്കൊണ്ട് പല ഉപയോഗങ്ങളുമുണ്ട്. കൃത്യമായ അവൻ്റെ വിവരങ്ങളും പുതുതായ കാലടയാളങ്ങളും ഇല്ലാതെ എങ്ങനെയാണ് ഒരാനയെ പിന്തുടരാൻ കഴിയുക? ഇവയൊന്നുമില്ലാതെ ആ പഴയ പാടുകൾ പിന്തുടർന്നു പോകുന്നത് വെറും സമയം പാഴാക്കൽ മാത്രമാണ്. 1870-71 ശീതകാലത്തിലാണ് ഈ ആന മണ്ഡല ജില്ലയിൽ പ്രവേശിക്കുന്നതും നിരവധി ആളുകളെ കൊല്ലുന്നതും ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇവൻ വീണ്ടും കടന്നു വരുന്നതും. ജനുവരി 27-നും ഫെബ്രുവരി 17-നും ഇടയിൽ ഏകദേശം 21 പേരെയാണ് അവൻ കാലപുരി കഴിച്ചത്. അതിൽ 6 പുരുഷന്മാരും 8 സ്ത്രീകളും 7 കുട്ടികളും ഉൾപ്പെടും. അവിടുത്തെ പോലീസ് റിപ്പോർട്ട് പ്രകാരം ജനുവരി 27-ാം തീയതി രാത്രിയിലാണ് മാണ്ഡ്ല ജില്ലയിലെ കിഴക്ക് ഭാഗത്തെ താരാജ് ഗ്രാമത്തിൽ ആന ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ഇതവിടുത്തെ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 9 മൈൽ അകലെയാണ്. ആനയെ കണ്ടയുടനെ തന്നെ അക്രമാസക്തനായി അവിടേക്കെത്തിയ ഗ്രാമത്തിലേക്ക് ചിഹ്നം വിളിച്ചെത്തിയ ആനയെ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ആളുകൾ വീടുകളുടെ മേൽക്കൂരയിൽ അഭയം പ്രാപിച്ചു. എന്നാൽ മറ്റാളുകൾ വീടിന്റെ മേൽക്കൂരകളിലേക്ക് കയറി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് ഒരു സ്ത്രീയും കുട്ടിയും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അങ്ങനെ ഓടുന്നതിന്റെ കൂട്ടത്തിൽ ആ മൃഗത്തിന്റെ ശ്രദ്ധ അവരിലേക്ക് വീണു, അവരിലേക്ക് കേന്ദ്രീകരിച്ചു. എന്നാൽ ആനയുടെ വേഗത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ആന അവരെ നിഷ്കർണം കൊന്നു. പിന്നീട് അവൻ പ്രത്യക്ഷപ്പെട്ടത് ജനുവരി 30-ാം തീയതി രാത്രിയിൽ കുക്രാമത്ത് ഔട്ട് പോസ്റ്റിൽ നിന്നും ഏകദേശം 9 മൈൽ പടിഞ്ഞാറുള്ള ബർബസ്പൂരിലെ രാംഗഡ് സർക്കിളിലാണ്. അവിടെ വെച്ച് അവനൊരു സ്ത്രീയെ അതിക്രൂരമായി കൊന്നു. അവളുടെ ശരീരം അവൻ ചവിട്ടി വലിച്ചു കീറി. ശരീരത്തിൽ നിന്നും വേർപെട്ട രീതിയിലാണ് പിന്നീട് അവളുടെ ശരീരം അവിടുത്തെ ആളുകൾ കണ്ടെത്തിയത്. പിന്നീട് ഫെബ്രുവരി 1-ാം തീയതി ബർബാസ്പൂരിനടുത്തുള്ള അമ്രിയ എന്ന ഗ്രാമത്തിലേക്ക് അവൻ കടന്നു വരികയും അവിടെ ഒരു പുരുഷനെയും സ്ത്രീയെയും കൊല്ലുകയും ചെയ്തു. പിന്നീട് ആന കടന്നു ചെന്നത് ദ്രോൺഗ്രിയ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. അവിടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ആന വരുന്ന വിവരം പറഞ്ഞ് അവിടുത്തെ ഗ്രാമീണർ ചിതറിയോടി. എന്നാൽ നിർഭാഗ്യവതികളായ 2 വൃദ്ധ സ്ത്രീകളെ അവൻ പിടികൂടി. അവരുടെ ജീവൻ ആ വലിയ ആനയുടെ കാൽക്കടിയിൽപ്പെട്ട് ചിന്നിച്ചിതറി. പിന്നെ മറ്റൊരു കാര്യം കൂടി അവിടുത്തെ ഗ്രാമീണർ പറഞ്ഞു. അവിടെ വെച്ച് അവൻ ചവിട്ടിക്കൊന്ന ആ സ്ത്രീകളെ ചവിട്ടി അരച്ചുവെന്ന്. എന്നാൽ അതിസാഹസികമായി മരണത്തിൽ മുന്നിൽ നിന്നും ഒരു സ്ത്രീ രക്ഷപ്പെട്ടിരുന്നു. അവരെ ആന തട്ടിയിട്ടതാണ്, അവരുടെ നെഞ്ചിൽ കാല് വെച്ചതുമാണ്. എങ്ങനെയൊക്കെയോ അവർ പിടച്ചെഴുന്നേറ്റ് ആനയുടെ പിടിയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ആന പോയത് രാംഗഡിൽ നിന്നും 12 മൈൽ തെക്കുള്ള മനോരിയിലേക്കാണ്. മനോരി എന്ന ഗ്രാമത്തിലേക്കാണ്. രാത്രിയിൽ അവിടെ ചെന്ന ആന 2 സ്ത്രീകളെയും ഒരു കുട്ടിയെയും കൊന്നു. എന്നാൽ ഇതിൽ വിചിത്രമായി തോന്നിയത് അവൻ അവിടെ വെച്ച് കൊന്നവരുടെ ശരീരഭാഗങ്ങളോ ശരീരമോ കണ്ടെത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല എന്നതാണ്. ഈ സംഭവം നടന്ന് ഏകദേശം 20 ദിവസങ്ങൾക്കപ്പുറമാണ് ഇതിനെപ്പറ്റിയുള്ള റിപ്പോർട്ട് എൻ്റെ സ്റ്റേഷൻ ഹൗസിലേക്ക് എത്തുന്നത്. ഓട്ടൂർ ഗ്രാമത്തിലെ ഗ്രാമകാവൽക്കാരാണ് ഈ വിവരം എന്നെ അറിയിക്കുന്നത്. അതുമാത്രമല്ല, ഈ സംഭവത്തിൽ അദ്ദേഹം ദൃക്സാക്ഷി കൂടിയാണ്. ആന അവൻ്റെ ആക്രമണം മുന്നോട്ട് തന്നെ കൊണ്ടുപോയി. ഫെബ്രുവരി 5-ന് രാവിലെ രാംഗഡിന് 9 മൈൽ തെക്കുള്ള കാർബേലിയിൽ അവനെത്തി. അവിടുത്തെ ഗ്രാമത്തിൽ ഏകദേശം 2 തവണ അവൻ കയറുകയും ഇറങ്ങുകയും ചെയ്തു. ആ ഗ്രാമം അവൻ്റെ കൈപ്പിടിയിലാക്കി. അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മയുടെ കയ്യിൽ നിന്നും അവരുടെ കുഞ്ഞിനെ അവൻ തട്ടിയെടുത്ത് കൊന്നു. അതേ ദിവസം സന്ധ്യയ്ക്ക് ആ ഗ്രാമത്തിന് സമീപത്തുള്ള മറ്റൊരു ഗ്രാമമായ കത്തോലി ദാദറിലേക്ക് അവൻ ചെന്നു. അവിടെയും ഒരാളെ ആന നിഷ്കർണം കൊന്നു. ആ ഗ്രാമത്തിൽ വെച്ച് അവൻ കൊന്ന ആ ഇരയെ അവൻ ചവിട്ടിത്തേക്കുകയും ശരീരത്തിൽ നിന്നും അവയവങ്ങൾ വേർപെടുത്തുകയും ചെയ്തുവെന്നാണ് കണ്ടു നിന്നവർ പറഞ്ഞത്. ഇതേ സംഭവം നടന്ന അന്ന് രാത്രിയിൽ 8 മണിക്ക് അതേ പരിസരത്തുള്ള നിഖാരി എന്ന ഒരു ഗ്രാമത്തിലേക്ക് അവൻ കടന്നു ചെന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ അവൻ കൊല്ലുകയും അവരുടെ ശരീരം ചവിട്ടി അരയ്ക്കുകയും ചെയ്തു. എന്നിട്ടും കലി അടങ്ങാത്തത് കൊണ്ടായിരിക്കാം അവിടെ നിന്നും ഏകദേശം തൊട്ടടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. ആ ഗ്രാമത്തിൻ്റെ പേര് ബൈനയിൽ എന്നാണ്. അവിടെ ഉണ്ടായിരുന്ന 80 വയസ്സുള്ള ഒരു വൃദ്ധയെ കൂടി അവൻ കൊന്നു. അവന് ഇരയായി തീരുന്ന ഇരകളെ അവൻ അതിക്രൂരമായാണ് കൊല്ലുന്നത്. ശരീരത്ത് നെഞ്ചിലേക്ക് കാലമർത്തി വെച്ച് കൈകളും കാലുകളുമെല്ലാം ശരീരത്തിൽ നിന്നും പിഴുതെറിയും, ചവിട്ടി അരയ്ക്കും, മുഖം മണ്ണോട് മണ്ണ് ചേർക്കും. ഒരാൾക്ക് പോലും ആ കാഴ്ച കണ്ടു നിൽക്കുവാൻ സാധിക്കില്ല എന്നാണ് അവിടെയുള്ള ആളുകൾ പറഞ്ഞത്. അത്രയും ക്രൂരമായിട്ടാണ് ആന തൻ്റെ ഇരയെ നേരിടുന്നത്. ഫെബ്രുവരി 7-ാം തീയതി രാത്രിയിൽ രാംഗഡ് തഹസീലിനും
സ്റ്റേഷൻ ഹൗസിനും സമീപത്തുള്ള ഉമ്രോപൂർ എന്ന ഗ്രാമത്തിലേക്ക് കടന്നു വന്നു. അവിടെ കോലാഹലങ്ങളും അവൻ്റെ അലർച്ചയും അവിടെ ഉയർന്നു കേട്ടു. ഗ്രാമത്തിലെ ആളുകൾ ഭയം കൊണ്ട് അവരുടെ കുടികളിൽ തന്നെ താമസിച്ചു. ആന ഗ്രാമമെന്നും ചുറ്റിക്കറങ്ങുകയും പോർവിളികൾ നടത്തുകയും ചെയ്തു. ഗ്രാമത്തിൽ നിന്നും 1-2 പേർ സ്റ്റേഷനിലേക്ക് ഓടുകയും സ്റ്റേഷൻ ഹൗസിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഫലമായി സ്റ്റേഷനിൽ നിന്നും 12-14 പേർ ആ ഗ്രാമത്തിലേക്ക് എത്തി. പോലീസുകാർ അവർ ആനയ്ക്ക് നേരെ വെടിയുതിർത്തു. വെടിയുടെ ശബ്ദവും പുകയും ആനയെ അവിടെ നിന്നും ദൂരേക്ക് തുരത്തി ഓടിച്ചു. എന്നാൽ അവൻ്റെ കലി അടങ്ങിയിരുന്നില്ല. അവൻ അവിടെ നിന്നും എത്തിച്ചേർന്നത് ബിജോരി എന്ന ഗ്രാമത്തിലായിരുന്നു. അതുവഴി ഒഴുകുന്ന ഒരു നദിയുടെ തീരത്ത് പിറ്റേ ദിവസം ഒരു പുരുഷന്റെയും ഒരു കുട്ടിയുടെയും ശരീരം കണ്ടെത്തുകയായിരുന്നു. ആന ചവിട്ടിക്കൊന്ന നിലയിൽ. നാട്ടിലേക്ക് ഇറങ്ങി വന്ന ആ കൊലയാന നാടെങ്ങും വിറപ്പിച്ചു. ഗ്രാമത്തിലെങ്ങും ഭയം ജനിപ്പിച്ചു. ഗ്രാമത്തിൽ നിന്നും കുറച്ചുപേർ അവൻ്റെ ശല്യം കാരണം അവനെ ഭയന്നുകൊണ്ട് അടുത്തുള്ള കുന്നുകളിലേക്കും വനങ്ങളിലേക്കും മാറി താമസിച്ചിരുന്നു. ഈ സംഭവം നടന്നതിന് പിറ്റേ ദിവസം, അതായത് നമ്മൾ പറഞ്ഞില്ലേ പോലീസുകാർ അവന് നേരെ ഷൂട്ട് ചെയ്തുവെന്ന്, അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം രാത്രിയിൽ രാംഗഡിന് 3-4 മൈൽ പടിഞ്ഞാറുള്ള കുന്നുകളിലേക്ക് ആന കടന്നു ചെന്നു. അതുവഴി ഒഴുകുന്ന നദിയിലേക്ക് ആനയെ കണ്ട് ഭയന്നുകൊണ്ട് കുറച്ചുപേർ എടുത്തു ചാടി. അവരുടെ കൂട്ടത്തിൽ ഒരമ്മയും കുഞ്ഞുമുണ്ടായിരുന്നു. അമ്മയുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ അവൻ തട്ടിയെടുക്കുകയും കൊന്നു കളയുകയും ചെയ്തു. നമ്മൾ മുന്നേ പറഞ്ഞില്ലേ, ആനയുടെ ശല്യം ഗ്രാമത്തിൽ കൂടിയതോടെ, അതായത് ഇവൻ്റെ ശല്യം ഗ്രാമത്തിൽ ഭയം ജനിപ്പിച്ചതോടെ അവനിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ഇവിടേക്ക് ഓടിയെത്തിയവരായിരുന്നു അവരെന്ന്. അവർക്കാണ് ഇപ്പോൾ ഈ ഗതി വന്നിരിക്കുന്നത്. എങ്ങനെയൊക്കെയോ നദിയിൽ നീന്തിയവരും മറ്റും മറുകരയിലെത്തുകയും ആനയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് ആന അവിടെ നിന്നും സഞ്ചരിച്ച് വനത്തിനുള്ളിലേക്ക് പോയി. പ്രാന്ത് പിടിച്ച പ്രാന്തനാന എന്നാണ് അവിടുത്തെ ആളുകൾ അവനെ വിശേഷിപ്പിച്ചത്. പിറ്റേന്ന് രാത്രിയും അവന്റെ ആക്രമണങ്ങൾ തുടർന്നു. രാംഗഡിൽ നിന്നും അവൻ വടക്കോട്ടാണ് സഞ്ചരിച്ചത്. അവൻ എത്തിച്ചേർന്നത് ഷാംപൂർ എന്ന ഒരു ഗ്രാമത്തിലേക്കായിരുന്നു. അതുവഴി കടന്നുപോയ യാത്രക്കാർക്ക് നേരെ അവൻ അവന്റെ ആക്രമണം അഴിച്ചുവിട്ടു. അതുവഴി യാത്ര ചെയ്തവരുടെ മുന്നിലേക്ക് അപ്രതീക്ഷിതമായിരുന്നു ആന കടന്നു വന്നത്. ഒരു നിമിഷത്തേക്ക് പതറിപ്പോയ ആളുകൾ പല വഴിക്കും ചിതറിയോടി. അവരിൽ ഒരാളെ അവൻ ചാർജ് ചെയ്ത് പിന്തുടരുകയും അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്തു. വഴിയരികിൽ വെച്ച് തന്നെ അവൻ്റെ ക്രൂരതകൾ അയാൾക്ക് മുന്നിൽ കാട്ടി. അയാളുടെ നെഞ്ചിലേക്ക് അവൻ്റെ കാലെടുത്തു വയ്ക്കുകയും ചവിട്ടി അമർത്തുകയും ചെയ്തു. നെഞ്ചി തകർന്ന് ഒരു നിലവിളിയോടെ അയാളുടെ ജീവൻ അവിടെ കഴിഞ്ഞു. തലയും കാലും വേർപെട്ട ശരീരമാണ് പിന്നീട് അയാളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കിട്ടിയത്. ഇതിനുശേഷം തൊട്ടടുത്ത രാത്രിയിൽ ബേൽഗാവിൽ നിന്നും ഏകദേശം 6 മൈൽ കിഴക്കുള്ള ബേൽജാര എന്ന ഗ്രാമത്തിലേക്ക് അവൻ എത്തി. അവിടെയും ഒരാളെ അവൻ കൊന്നു. പിന്നീടും അവൻ അവിടെ നിന്നും യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അവിടെ നിന്നും അവൻ എത്തിച്ചേർന്നത് മഹേശ്വിനി ഔട്ട് പോസ്റ്റിന് സമീപത്തുള്ള സലായ എന്ന ഗ്രാമത്തിലേക്കായിരുന്നു. അവൻ കടന്നുപോയ വഴികളിലൊന്നും വലിയ നാശനഷ്ടങ്ങളൊന്നും അവൻ വരുത്തി വെച്ചിരുന്നില്ല. സലായ എന്ന ഗ്രാമം നിൽക്കുന്നത് ബെൽഗാരിൽ നിന്നും ഏകദേശം 25 മുതൽ 30 മൈൽ അകലെയാണ്. സലായ ഗ്രാമത്തിന് അരികിലെത്തിയ കാട്ടാന ഫെബ്രുവരി 14 ഗ്രാമത്തിലേക്ക് അവന്റെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഗ്രാമത്തിലേക്ക് ചാർജ് ചെയ്തു വരുന്ന ആനയെ കണ്ട് അവിടുത്തെ ഗ്രാമീണർ ഉച്ചത്തിൽ നിലവിളിക്കുകയും 4 പാട് ചിതറിയോടുകയും ചെയ്തു. അലറി വിളിച്ചു വരുന്ന ആനയുടെ പിടിയിൽപ്പെടാതെ പലരും തലനാഴിഴയ്ക്കാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടത്. എന്നാൽ നിർഭാഗ്യവാനായ ഒരു കുട്ടി മാത്രം ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ആനയുടെ പിടിയിൽ അമർന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഭാഗ്യമെന്നും നിർഭാഗ്യമെന്നും പറഞ്ഞതെന്ന് കുറച്ചുകൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം അവൻ്റെ പിടിയിൽപ്പെട്ട ആ കുട്ടിയെ അവൻ കൊന്നില്ല. എന്നാൽ അവൻ തുമ്പിക്കയിൽ ചുരുട്ടുകയും മുകളിലേക്ക് പോക്കുകയും താഴേക്ക് ഇടുകയും ചെയ്തു. പിന്നീട് അവനെ വെച്ച് ഉരുട്ടിക്കളിക്കുകയും പിന്നെ കൊല്ലാതെ ആ ബാലനെ വിടുകയുമാണ് ചെയ്തത്. ധാരാളം പരിക്കുകളും ഒടിവുകളും അവന്റെ ശരീരത്തിൽ സംഭവിച്ചിരുന്നു. എന്നാലും ഒരു അത്ഭുതമായി തോന്നുന്നത് എന്തുകൊണ്ടാണ് അവൻ ആ ബാലനെ കൊല്ലാഞ്ഞത് എന്നാണ്. കുട്ടികളെ പോലും അവൻ ഇതിനു മുന്നേയും അതിക്രൂരമായി കൊന്നിരിക്കുന്നു. എന്നാൽ ഈ ബാലനെ മാത്രം അവൻ എന്തിനാണ് കൊല്ലാതെ വിട്ടത്? ആ ബാലനെ മാത്രം കൊന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ അവൻ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയും നിരവധി വീടുകൾ തകർക്കുകയും ചെയ്തു. പിന്നീട് തൊട്ടടുത്ത ദിവസമായ ഫെബ്രുവരി 15 അവന്റെ ഭാഗത്തു നിന്നും മറ്റൊരു ആക്രമണം ഉണ്ടായി. മഹേശ്വനി ഔട്ട് പോസ്റ്റിൽ നിന്നും ഏകദേശം 12 മൈൽ പടിഞ്ഞാറുള്ള മതിയാരിയിൽ എന്ന ഒരു ഗ്രാമത്തിലാണ് ആന ഇറങ്ങിയത്. അവിടെ ഒരു പുരുഷനെയും സ്ത്രീയെയും അവൻ പരിക്കേൽപ്പിച്ചു. അവരെ പിടികൂടുകയും എറിയുകയും ഉന്തുകയും നിലത്തിട്ട് ഉരുട്ടുകയും എല്ലാം ചെയ്തു. എന്നാൽ അവരെയും അവൻ കൊല്ലാതെ വെറുതെ വിട്ടു. പക്ഷേ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ച അവൻ ആ ഗ്രാമത്തിലെ ഒരു കുടിൽ പൂർണ്ണമായും തകർത്തു. പിന്നീട് കുറച്ചു ദിവസത്തേക്ക് ആനയെപ്പറ്റിയുള്ള യാതൊരു വിവരങ്ങളും കിട്ടിയില്ല.
4 ദിവസങ്ങൾക്കപ്പുറം ഫെബ്രുവരി 19 അവനെപ്പറ്റിയുള്ള ഒരു റിപ്പോർട്ട് ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് എത്തി. അത് വന്നത് നാരായൺഗഞ്ച് സ്റ്റേഷൻ ഹൗസിൽ നിന്നുമായിരുന്നു. 17 രാത്രിയിൽ സ്റ്റേഷൻ ഹൗസിൽ നിന്നും 21 മൈൽ വടക്കുള്ള ബിസ്തരിയ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് ആന കടന്നു ചെല്ലുകയും അവിടെ വെച്ച് ഒരാളെ കൊല്ലുകയും ചെയ്തു. മറ്റൊരാൾക്ക് ശരീരത്ത് മുറിപ്പാടുകൾ അവൻ സമ്മാനിച്ചു. കുറച്ച് ദിവസങ്ങൾ ആ ഗ്രാമത്തിന് പരിസരത്ത് അവൻ തുടർന്നിരുന്നു. 21-ാം തീയതി അവിടെ നിന്നും ചീഫ് കോൺസ്റ്റബിളും ഒരു സംഘം ആളുകളും ആനയെ ട്രാക്ക് ചെയ്യുകയും ചെയ്തു. അവനെ പറ്റിയുള്ള ആദ്യ റിപ്പോർട്ടുകൾ എൻ്റെ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഡെപ്യൂട്ടി കമ്മീഷണർ രംഗട്ട് സ്റ്റേഷനിലേക്ക് 6 പോലീസുകാരെ കൂടി എൻ്റെ അഭാവത്തിൽ അയച്ചു. ഈ ആളുകളും ആനയെ പിന്തുടർന്നുകൊണ്ട് മഹേശ്വരയ്ക്ക് സമീപം നർമ്മദാ നദി കടന്ന് നാരായൺഗഞ്ച് സർക്കിളിലേക്ക് പോയി. ആ സ്റ്റേഷനിൽ നിന്നും നമ്മൾ മുന്നേ പറഞ്ഞ ചീഫ് കോൺസ്റ്റബിൾ അവരോടൊപ്പം ചേർന്നു. ഫെബ്രുവരി അവസാനത്തോടെ ആന മണ്ഡല സർക്കിളിലെ ശ്യാംഗർപൂരിന് സമീപം നർമ്മദ അവൻ വീണ്ടും മുറിച്ചു കടന്നു. ഈ വിവരം വളരെ വേഗം തന്നെ എൻ്റെ സ്റ്റേഷനിലേക്ക് എത്തി. അവൻ അവിടെ എത്തി അടുത്ത ദിവസം തന്നെ ഞാൻ ശ്യാംഗർപൂരിലേക്ക് എത്തുകയായിരുന്നു ചെയ്തത്. ഞാനും എൻ്റെ കൂടെ അവിടേക്ക് എത്തിയ സംഘവും അവിടെ മുഴുവൻ തിരയുകയും ഞങ്ങൾ കണ്ടെത്തിയ അടയാളങ്ങൾ വ്യക്തമായി പരിശോധിക്കുകയും ചെയ്തു. അവിടെ ഞങ്ങൾ കണ്ടെത്തിയ അടയാളങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായത് അവൻ ഡാൽഡാലി പഹാർ എന്ന് വിളിക്കുന്ന മലനിരകളിലേക്ക് കടന്നുവെന്നാണ്. ഇടതൂർന്ന കാടുകളാൽ ചുറ്റപ്പെട്ട മലനിരകളാണത്. അവിടേക്ക് അവൻ അഭയം പ്രാപിച്ചതായി ഞങ്ങൾ സംശയിക്കുന്നു. കോൺസ്റ്റബിളും സംഘവും അവനെ പിന്തുടരുന്നത് അവൻ മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഭയന്നിരിക്കണം. അവന് മുറിവേറ്റ് കാണണം. ഇതെല്ലാം അവനെ ഭയജനിതനാക്കി കാണണം. അതിനാലൊക്കെ ആയിരിക്കാം അവനെ അശ്രദ്ധമായി മനുഷ്യരെ ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും നിർത്തി വനത്തിൽ അഭയം പ്രാപിക്കാൻ നിർബന്ധിതനാക്കിയത്. എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇതായിരുന്നു. വലിയ നീളമുള്ള കൊമ്പുകളോട് കൂടിയ വലിയൊരു ആനയായിരുന്നു അത്. അവൻ മസ്ത് എന്ന അവസ്ഥയിലായിരിക്കണം. മസ്ത് എന്ന അവസ്ഥയിലായതുകൊണ്ടായിരിക്കണം അവൻ ഇത്രയും ആക്രമണ പരമ്പരകൾ അവിടെ തുടർന്നത്. മനുഷ്യരുടെ കൂട്ടനിലവുകളിലും രക്തത്തിലും അവൻ ആഹ്ലാദം കണ്ടെത്തിയത്. അവന്റെ രക്തദാഹം ഒരുപക്ഷെ അവസാനിച്ചത് മസ്ത് എന്ന അവസ്ഥ അവനെ വിട്ടുപോയപ്പോഴായിരിക്കാം. ആനകളെക്കുറിച്ച് വേണ്ടത്ര വിവരമൊന്നും എനിക്കില്ല. അതിനാൽ തന്നെ ഈ അവസ്ഥ എത്ര കാലം അവന് തുടരുമെന്ന് എനിക്കറിയില്ല. ആ മലനിരകളിലേക്ക് അഭയം പ്രാപിച്ച് അവൻ പിന്നീട് മലയിറങ്ങി പുറത്തേക്ക് വന്നില്ല. 1868 തൊട്ടടുത്ത വർഷവും ഒരു കാട്ടാന, ഒരുപക്ഷെ ഇവൻ തന്നെ ആയിരിക്കാം, ജില്ലയിൽ പ്രത്യക്ഷപ്പെടുകയും എന്നാൽ അവൻ പ്രത്യക്ഷപ്പെട്ട ഗ്രാമത്തിലെ ആളുകൾക്ക് ആൾനാശമൊന്നും വരുത്തിയില്ല. പറയേണ്ടക്ത വിധത്തിൽ സ്വത്തുക്കൾക്കും നാശമൊന്നും വരുത്തിയില്ല. പിന്നീട് കൊടിയനെ അവനെ കാണാതായി. ഇനിയും ഞാൻ പറയാൻ പോകുന്നത് 1871 ആദ്യ ഭാഗത്ത് മണ്ഡൽ ജില്ലയിൽ ആനയുടെ പ്രകടനങ്ങളെക്കുറിച്ചുള്ള പോലീസ് സൂപ്രണ്ടിന്റെ ലളിതമായ ഔദ്യോഗിക റിപ്പോർട്ടാണ്. വേനൽക്കാലത്തിന്റെയും മഴക്കാലത്തിന്റെയും 7 മാസങ്ങളിൽ മൃഗത്തെക്കുറിച്ചുള്ള ഒരു വിവരവും കേൾക്കാനോ കാണാനോ അവിടുത്തെ ആളുകൾക്കാവില്ല. എന്നാൽ തണുപ്പ് കാലം അടുക്കുന്നതോടെ അത് വീണ്ടും മസ്ത് എന്ന അവസ്ഥയിലേക്ക് ആവുന്നു. അതോടെ കാര്യങ്ങൾ മാറുന്നു. പിന്നീട് വനമിറങ്ങി വരുന്ന കാട്ടാന അവിടെ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് പറയാം. 1871 നവംബർ 2 ഉച്ച കഴിഞ്ഞ് ഞാനൊരു ഗുരുതരമായ ക്രിമിനൽ കേസിന്റെ വിചാരണ പൂർത്തിയാക്കി. ജില്ലാ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന എല്ലാവരെയും എല്ലാത്തിനെയും അന്ന് ഉൾക്കൊള്ളിപ്പിച്ചിരുന്ന അത്ഭുതകരമായ കെട്ടിടത്തിന്റെ ഒരു ചെറിയ കോടതി മുറിയിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ. FA നെയ്ലർ പോലീസിന്റെ ചുമതലയുള്ള ഒരു ഓഫീസറാണ്, അതായത് ജില്ലാ സൂപ്രണ്ടന്റ്. അപ്പോൾ അയാൾ അകത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, വർഷാരംഭത്തിൽ മണ്ഡൽ ജില്ലയിൽ അത്രയും ആളുകളെ കൊന്ന ആ കൊലയാന വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ബെഹ്റിന് സമീപം ഒരാളെ കൂടി അവൻ കൊന്ന് കഷ്ണങ്ങളാക്കി. ആ കൊലപാതകം നടന്നിരിക്കുന്നത് ബെഹർ ജില്ലയുടെ തഹസീൽദാറിന്റെ ഓഫീസിന്റെ സമീപത്തായിട്ടാണ്. ഞാൻ അയാളോട് പറഞ്ഞു, ശരി, നമുക്ക് അവന്റെ കളി ഇതോടെ അവസാനിപ്പിക്കണം. കഴിയുന്നത്രയും വേഗത്തിൽ നമുക്ക് അവിടേക്ക് പുറപ്പെടാം. അന്ന് വൈകുന്നേരം ഞങ്ങൾ ജോലി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തോക്കുകളും വെടിയുണ്ടകളുമായി സ്ഥലത്ത് എത്തിച്ചേരും. ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോയ വെടിയുണ്ടകളും തോക്കുകളും ഏതാണെന്ന് അറിയുവാൻ പലർക്കും ആഗ്രഹം കാണും. ഞാൻ പറഞ്ഞു തരാം. എൻ്റെ കൈവശം ഉണ്ടായിരുന്നത് 2 ബ്രീച്ച് ലോഡർ റൈഫിലായിരുന്നു. അതിന് 12 പൗണ്ട് തൂക്കമുണ്ട്. 28 ഇഞ്ച് ബാരലോട് കൂടിയവയായിരുന്നു അത്. നെയ്ലറുടെ കയ്യിലിരുന്നതും 2 റൈഫിലുകളാണ്. ഒന്ന് നമ്പർ 12 സിംഗിൾ ബാരലും മറ്റേത് നമ്പർ 12 സ്മൂത്ത് ബോറും. വർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ സിവിൽ ഓഫീസറായി അവിടെ ജോലി ചെയ്യുന്നവർ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒന്നാണ് പുറത്തേക്ക് പോകണമെന്ന്. അതുകൊണ്ട് തന്നെ അവരെല്ലാം പുറത്തേക്ക് പോകുന്ന സമയവും ഇത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമായിരുന്നു. ഞങ്ങളുടെ സാമഗ്രികളും സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കാളവണ്ടിയിൽ കയറ്റി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. നെയ്ലർക്ക് മൗലിയിലെ ഒരു പോലീസ് സ്റ്റേഷന്റെ കേസുമായി
വടക്ക് കിഴക്ക് കുറച്ചു ദൂരം പോകേണ്ടി വന്നു. അദ്ദേഹം അവിടെ ഇറങ്ങുകയും അത് നിൽക്കുന്നത് വൈൻഗംഗ താഴ്വരയിലാണ്. അദ്ദേഹം അവിടെ ഇറങ്ങി. അദ്ദേഹം കഴിയുന്നത്ര വേഗത്തിൽ ബെഹ്റയിൽ എന്നോടൊപ്പം ചേരാമെന്നും അവിടെ നിന്നും ഒരുമിച്ച് ആനയുടെ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് പോകാമെന്നും എനിക്ക് വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ അവിടെ ഇറക്കിവിട്ട് ഞങ്ങൾ പോയത് നേരെ വനപാതയിലൂടെയും ഇടുങ്ങിയ പാതയിലൂടെയും 700 അടി ഉയരത്തിൽ നിൽക്കുന്ന കുന്നുകൾക്ക് മുകളിൽ നിൽക്കുന്ന ബെഹ്റയിലേക്കായിരുന്നു. ഞാൻ കഴിഞ്ഞ 3 വർഷമായി ഈ ഭാഗത്തെ ജില്ലാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കാടുമായി ജീവിക്കുന്ന ഗോത്ര വിഭാഗക്കാരുമായി ഞാൻ വലിയ സൗഹൃദത്തിലാണ്. ഈ കാര്യത്തിൽ അവരെന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1868 ഞാൻ ആദ്യമായി അവരെ അറിയുമ്പോഴും കേൾക്കുമ്പോഴും ഇങ്ങനെയായിരുന്നു അവിടുത്തെ അവസ്ഥ. ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരെ അവിടുത്തെ ആളുകൾ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഗ്രാമത്തിലേക്ക് എത്തുകയാണെങ്കിൽ അവരുടെ ഗ്രാമം ഉപേക്ഷിച്ച് അവിടുത്തെ ആളുകളെല്ലാം തന്നെ കാടുകളിൽ കയറി അപ്രത്യക്ഷമാകാറാണ് പതിവ്. എന്നാൽ ഞാൻ അവിടേക്ക് എത്തുമ്പോഴേക്കും ആ സമയമാകുമ്പോഴേക്കും എൻ്റെ ഇടപെടലുകളും അവരോടുള്ള പെരുമാറ്റവും കാരണമായിരിക്കാം ഒരു സൗഹൃദം എനിക്കും അവർക്കിടയിലും ഉരുത്തിരിഞ്ഞു വന്നത്. ഞാൻ ഗ്രാമത്തിൻ്റെ അരികിലൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ സമീപത്ത് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുമ്പോഴോ അവരെന്നെ കാണുവാൻ വേണ്ടി എൻ്റെ ക്യാമ്പിലേക്ക് എത്താറുണ്ട്. അതുമാത്രമല്ല, മലയിറങ്ങി സമതലങ്ങളിലേക്കും എന്നെ കാണുവാൻ വേണ്ടി അവർ വരാറുമുണ്ട്. ഇന്ത്യയിലേക്ക് കടന്നു കയറിയ വിവിധ ഗോത്രങ്ങൾ കാലാകാലങ്ങളായി വേർപെട്ടും ഭിന്നിപ്പിച്ചും തള്ളിയ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗക്കാരാണ് ഇവർ. അവരെ പോലുള്ളവരെ ഇപ്പോൾ കുറച്ച് വിദൂര സ്ഥലങ്ങളിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ലോകത്തിലെ ഏതൊരു ജനതയെപ്പോലെയും അവരും കാടും ജീവിതവുമായി പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നവരാണ്. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സമ്പത്തും ആകെ ഒരു ഷില്ലിങ്ങിൽ വരുന്ന പാത്രത്തിൽ മാത്രം ഒതുങ്ങുമ്പോൾ അവരുടെ വീടുകൾ കമ്പുകളും മുളകളും പുല്ലുകളും ഇലകളും കൊണ്ട് നിർമ്മിച്ചവയാണ്. ആണി, അറം ചുറ്റിക, മറ്റൊരു ഉപകരണങ്ങളും അവരുടെ ചിന്തയിൽ പോലുമില്ല. അവരുടെ സാധാരണ കോടാലി മാത്രമാണ് വീട് നിർമ്മിക്കുവാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടുത്തെ ആദിവാസികളുടെ വസ്ത്രരീതികളെക്കുറിച്ച് പറഞ്ഞാൽ, പുരുഷന്മാരുടെ വസ്ത്രം അരയിൽ ചുറ്റിയ ഏതാനും ഇഞ്ച് വീതിയുള്ള ഒരു തുണിക്കഷ്ണവും തലയിൽ അതിനേക്കാൾ വീറി കുറഞ്ഞ ഒരു കീറിയ തുണിക്കഷ്ണവും മാത്രമാണ്. സ്ത്രീകൾക്ക് സാധാരണയായ കക്ഷം മുതൽ മുടി വരെ മറയ്ക്കുവാൻ മതിയായ ഒരു വലിയ തുണിക്കഷ്ണവും ഉണ്ടാകും. കാണ്ടബാൻ കുന്നിൻ്റെ കാടുകൾ നിറഞ്ഞ ഭീകരമായ മലഞ്ചെരിവുകളിലൂടെ അടിയിലൂടെ കടന്നു പോകുമ്പോൾ ഉച്ചയോടടുത്ത് ഒരൊറ്റപ്പെട്ട മൂലയിൽ കാഴ്ചയിൽ നിന്നും സുരക്ഷിതമായി മറഞ്ഞിരിക്കുന്ന നരോട്ടി ബൈക്കുകളുടെ ഒരു ചെറിയ ഗ്രാമത്തെ ഞാൻ മറന്നില്ല. ആനയെ ട്രാക്ക് ചെയ്ത് വളരെ ദൂരം വനത്തിലൂടെ സഞ്ചരിക്കേണ്ടതിൻ്റെ കാര്യം എനിക്കറിയാമായിരുന്നു. ക്ഷീണവും തളർച്ചയും വരുമെന്നും എനിക്കറിയാമായിരുന്നു. എൻ്റെ സഹായത്തിന് വേണ്ടി ഞാൻ ആദിവാസി ഊരിലെ കുറച്ച് ആളുകളെ കൂടെ കൂട്ടി. ബൈക്കുകളോട് എൻ്റെ ക്യാമ്പിൽ ചേരുവാൻ ഞാൻ ആവശ്യപ്പെട്ടു. അന്ന് വൈകുന്നേരം, അതായത് 1871 നവംബർ 3 ഞാൻ ജാലിയ എന്ന ബെഹ്റയിൽ നിന്നും 8 മൈൽ തെക്കുള്ള ഒരു ചെറിയ ഗ്രാമത്തിലെത്തി. അവിടെ മണ്ഡൽ പോലീസിൻ്റെ ജില്ലാ സൂപ്രണ്ട് മിസ്റ്റർ ഹാൻകിൻ ക്യാമ്പ് ചെയ്യുന്നതായി ഞാൻ കണ്ടു. അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിനോട് സംസാരിക്കുകയും ചെയ്തു. അയാളോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അദ്ദേഹം മണ്ഡൽ ജില്ലയിൽ നിന്നും ആനയെ പിന്തുടർന്നെങ്കിലും അതിനടുത്തെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നോട് അയാൾ പറഞ്ഞു അദ്ദേഹത്തിന് കൂടുതൽ പിന്തുടരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അയാൾ ആനയെ പിന്തുടർന്ന് അതിൻ്റെ അടുത്തെത്താൻ കഠിനമായി പ്രയത്നിക്കുകയും ചെയ്തു. എന്നാൽ അയാൾ അതിനടുക്കും തോറും അത് കൂടുതൽ അകന്നു പോകുകയാണ് ചെയ്യുന്നതെന്ന് അയാൾ പറഞ്ഞു. അയാൾ ഒരു സമർത്ഥനായ പോലീസുകാരനും കൂടാതെ കായിക താരവുമാണ്. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് എൻ്റെ കൂടെ സഹായിച്ചുകൊണ്ട് ആനയുടെ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് ഇനിയും മുന്നിലേക്ക് പോകുവാൻ കഴിയില്ലെന്നും അടുത്ത ദിവസം രാവിലെ തന്നെ തൻ്റെ സ്വന്തം ജില്ലയിലേക്ക് മടങ്ങേണ്ടതിൻ്റെ ആവശ്യകത അയാൾ എന്നെ ധരിപ്പിക്കുകയും ചെയ്തു. സത്യത്തിൽ അത് കേട്ടതും ഞാൻ വീണ്ടും നിരാശനായി. ഞാൻ വീണ്ടും ട്രാക്കുകളും പിന്തുടർന്നുകൊണ്ട് ആനയെ അന്വേഷിച്ചു. അങ്ങനെ ഒക്ടോബർ 27 ആന മണ്ഡല അതിർത്തിയിൽ നിന്നും ഏകദേശം 15 മൈൽ അകലെയുള്ള ബഹ്റൈൻ്റെ ചെറിയൊരു ഊരായ സിംബഗാക് ടോളയിൽ എത്തിച്ചേർന്നു എന്ന് മനസ്സിലായി. സിംഗബാക് ടോള എന്നാൽ ടോള ഗ്രാമത്തിന്റെ പ്രധാന ഭാഗത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന കുറച്ച് വീടുകളുടെ കൂട്ടമാണ്. അവിടേക്കാണ് ആന ഇപ്പോൾ കടന്നു കയറിയതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. വർഷത്തിൽ ഈ സമയത്ത് ജൂണിലെ മഴക്കാലത്തിന്റെ തുടക്കത്തിൽ നട്ടവിളകൾ കൊയ്യുവാൻ വിളകളെല്ലാം തയ്യാറായി നിൽക്കുന്ന സമയമാണ്. അവിടുത്തെ കർഷകർ അവരുടെ കൃഷിയിടത്തിൽ വലിയ മച്ചാനുകൾ കെട്ടിയൊരുക്കിയിട്ടുണ്ട്. കാട്ടിൽ നിന്നും എത്തുന്ന വന്യമൃഗങ്ങൾക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയുന്നതിനും അത്രയും ദൂരത്താണ് അവരുടെ മച്ചാനുകൾ അവർ കെട്ടിയൊരുക്കിയിരിക്കുന്നത്. ഏകദേശം 10 തൊട്ട് 12 അടി വരെ ഉയരമുള്ള തൂണുകളിലാണ് അവർ മച്ചാൻ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ കെട്ടി നിർമ്മിച്ച മച്ചാനിന് മുകളിൽ നിന്നാണ്
അവരുടെ വയലുകളെ അവർ കാട്ടുമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത്. അവിടേക്ക് എത്തുന്ന മാനുകളെയും കാട്ടുപന്നികളെയും അവർ അവിടെ നിന്നാണ് ആട്ടി ഓടിക്കുന്നത്. ഇത്തരം മൃഗങ്ങളുള്ളിടത്ത് സാധാരണയായി കടുവകളും പുല്ലിപ്പുളുകളും കരടികളും എത്താറുണ്ട്. ഇവയുടെ ഇടയ്ക്കിടയ്ക്കുള്ള സന്ദർശനം കാരണമാണ്, അതുകൊണ്ട് മാത്രമാണ് പ്ലാറ്റ്ഫോമുകൾ നിലത്തു നിന്നും ഇത്രയും ഉയരത്തിൽ അവർ സ്ഥാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത്. ചിലപ്പോൾ വാർദ ജില്ലയിലെ പ്രസിദ്ധമായ അസോലയിലെ നരഭോജിയായ പുള്ളിപ്പുലികളുടെ കാര്യത്തിലെന്ന പോലെ മനുഷ്യരക്തത്തിന്റെ രുചി അറിഞ്ഞ പുള്ളിപ്പുലികൾ മച്ചാന് മുകളിൽ കയറുകയും പല ആവർത്തിയിലും ഇവിടുത്തെ ആളുകളെ പിടിച്ചുകൊണ്ടു പോകുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കുവാൻ വേണ്ടി രണ്ടുപേർ ഒരുമിച്ചാണ് മച്ചാനിൽ കഴിച്ചുകൂട്ടുന്നത്. ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റേയാൾ കാവൽ നിൽക്കും. പലപ്പോഴും മച്ചാന്റെ അടിയിൽ തീ കൂട്ടാറുണ്ട്. ഇങ്ങനെ തീ കൂട്ടുന്നതിൽ നിന്നും മൃഗങ്ങളെ അവിടേക്ക് വരുന്നത് അകറ്റുവാൻ അവരെ സഹായിക്കാറുമുണ്ട്. സിംഗ്ബാക് ടോളയിൽ ആ രാത്രിയിൽ ഒരു വയസ്സനായ ഘോണ്ടും അയാളുടെ മകനും അവരുടെ വിളകൾക്ക് കാവൽ നിന്നു മച്ചാനിൽ. രാത്രി, അതായത് അർദ്ധരാത്രി ആയപ്പോൾ ഉയർന്ന പ്രദേശങ്ങളിൽ തണുത്ത കാറ്റ് വീശാറുണ്ട്. നേത്ത വസ്ത്രധാരികളായ അവരെ ആ തണുത്ത കാറ്റ് കൂടുതലും ചൂടുള്ള പ്രദേശത്തേക്ക് അടുപ്പിച്ച് നിർത്താറുണ്ട്. അങ്ങനെ അല്പം ചൂടുള്ള ഒരു വശത്തേക്ക് അവർ നീങ്ങിയിരുന്നു. പതിയെ ചൂട് കൊണ്ടുകൊണ്ട് നല്ല ഉറക്കത്തിലേക്ക് പോയ സമയം ആ വൃദ്ധനായ ഗോണ്ടിന്റെ കൂടെ വന്ന തൻ്റെ മകൻ ഇതുവരെയും ആ വനത്തിൽ കേൾക്കാത്ത ഒരു ഭാരമായ കാലടിയുടെ ശബ്ദം അവരുടെ മച്ചാന്റെ അരികിലേക്ക് അടുത്തടുത്ത് വരുന്നത് കേട്ടു. അവൻ ശബ്ദം ചെവിയോർത്ത് ശ്രവിച്ചു. അതൊരു കടുവയുടെയോ പുള്ളിപ്പുലിയുടെയോ അല്ലെങ്കിൽ മറ്റേതോ മൃഗത്തിൻ്റെയോ കാലടിയുടെ ശബ്ദമല്ല. അവൻ ആ ശബ്ദം ചെവിയോർത്തു. അതിപ്പോൾ ഏകദേശം തങ്ങളിരിക്കുന്ന ആ മച്ചാന്റെ അരികിലെത്തി. അപ്പോൾ മാത്രമാണ് ആ ജീവിയെ അവൻ തിരിച്ചറിഞ്ഞത്. അത് മറ്റൊന്നും ആയിരുന്നില്ല, അതൊരാനയായിരുന്നു. അവൻ അപ്പോഴാണ് അത് ഓർത്തത്. തങ്ങളുടെ ഗ്രാമം നിൽക്കുന്ന ചുറ്റുപാടുമുള്ള 50 മൈൽ ചുറ്റളവിൽ വളർത്താനകളോ കാട്ടാനകളോ ഇല്ല എന്ന ആ സത്യം. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മണ്ഡലകാലത്ത് നിരവധി മനുഷ്യരെ കൊന്ന കൊലയാനെപ്പറ്റി അവൻ ഇതിനു മുന്നേ കേട്ടിരുന്നു. ഒരു ഭയത്തോടെ മാത്രം ആ ചിന്ത അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അവനിപ്പോൾ കണ്ട ആ ആന മറ്റാരുമല്ല എന്നും മണ്ഡല ജില്ലയിൽ അന്നിറങ്ങിയ ആ കൊലയാനയാണെന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു. അവൻ ഉടനെ മച്ചാണിൽ ഉറങ്ങിക്കിടന്ന തൻ്റെ അച്ഛനെ ഉണർത്തി. മച്ചാണിൽ നിന്നും എത്രയും വേഗം താഴേക്കിറങ്ങാനും കടിയുന്നത്രയും വേഗത്തിൽ ഓടുവാനും അവൻ വിളിച്ചു പറഞ്ഞു. അവൻ്റെ കാലുകൾക്ക് എത്ര വേഗം കൈവരിക്കുവാൻ കഴിയുമോ അത്രയും വേഗത്തിൽ ഗ്രാമം ലക്ഷ്യമാക്കി അവൻ ഓടി. എന്നാൽ അവൻ്റെ അച്ഛന് അവനെ പിന്തുടരുവാൻ അത്രയും വേഗത പോരായിരുന്നു. അവരെ പിന്തുടർന്ന് അവരുടെ ചലനങ്ങൾ ശ്രദ്ധിച്ച് അവർക്കൊപ്പം ഓടിയെത്തിയ കാട്ടാനയ്ക്ക് അവൻ്റെ പുറകിൽ ഓടി വന്ന തൻ്റെ പിതാവിനെ പിടികൂടുവാൻ സാധിച്ചു. തുമ്പക്കൈയിൽ പെറുക്കിയെടുത്ത് നിലത്തേക്കടിച്ചു. വലിയൊരു നിലവിളി മാത്രം അവിടെ ഉയർന്നു കേട്ടു. കരഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ ഗ്രാമത്തിലേക്ക് ഓടിയെത്തി. പിറ്റേ ദിവസം കാലത്തെ തന്നെ തൻ്റെ അച്ഛനെ തിരക്കിയെത്തിയപ്പോൾ അവർക്കും അവരുടെ കുടുംബത്തിനും കാണുവാൻ സാധിച്ചത് മാംസങ്ങൾ അടിച്ചുകൂട്ടിയ മണ്ണിൽ പൊതിഞ്ഞ ചോര കലർന്ന കുറച്ച് മാംസപിണ്ഡങ്ങൾ മാത്രമായിരുന്നു. ഒക്ടോബർ 28 ആന എവിടേക്കാണ് അപ്രത്യക്ഷമായതെന്ന് ആർക്കും അറിയുവാൻ സാധിച്ചില്ല. എന്നാൽ ഞായറാഴ്ച രാത്രിയിൽ 29 ജാഡ് ഗ്രാമത്തിന്റെ വടക്കുള്ള വയലുകളിൽ അവൻ കൊടിയനെ പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഒരു ഗോണ്ടിന്റെ നെൽപ്പാടത്തിലായിരുന്നു അവൻ കയറിയത്. അവിടെ അയാളും അയാളുടെ ഭാര്യയും ഒരു മച്ചാനിൽ കാവൽ നിൽക്കുകയായിരുന്നു. ആ സമയം അയാളുടെ ഭാര്യയ്ക്ക് വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ തികച്ചും ജാഗരൂകരായി ചുറ്റുപാട് നിരീക്ഷിക്കുകയായിരുന്നു. കാരണം 2 രാത്രികൾക്ക് മുൻപേ ആനയുടെ പ്രവർത്തികളെക്കുറിച്ച് അവൾ കേട്ടിരുന്നു. ആനയുടെ വരവ് അറിഞ്ഞ ഉടനെ തന്നെ അവൾ ഭർത്താവിനെ ഉണർത്തി. അടുത്ത വയലിലെ മച്ചാനിൽ 2 ആൺകുട്ടികൾ ഉണ്ടെന്ന് അവൾ ഓർത്തു. താഴേക്കിറങ്ങുകയും അവരെ വലിയ വായിൽ വിളിച്ചു കൂവുകയും ചെയ്തു. അങ്ങനെ അവരോടും ഓടാൻ പറഞ്ഞതിനു ശേഷം ഭർത്താവിനെയും കൂട്ടി അവർ ഗ്രാമം ലക്ഷ്യമാക്കി ഓടി. ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ പോലെ ഒരു ഗ്രാമത്തിന്റെ എല്ലാ വീടുകളും അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവളുടെ ഭർത്താവിന് വ്യക്തമായി അവൾ ആദ്യം മുന്നറിയിപ്പ് നൽകിയത് അവളെ വിശ്വസിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ ചലനങ്ങൾ അത്രയും വേഗത്തിലായിരുന്നില്ല. അയാളുടെ ഓട്ടവും നടപ്പുമെല്ലാം വളരെ വേഗത്തിലായിരുന്നില്ല. എന്നാൽ ഇവിടെയും മറിച്ചല്ല സംഭവിച്ചത്. ആന അവരെ പിന്തുടരുകയും താരതമ്യേന വേഗം കുറഞ്ഞ അവളുടെ ഭർത്താവിനെ ആന പിടികൂടുകയും ചെയ്തു. പിറ്റേ ദിവസം തന്നെ ഗ്രാമത്തിലെ ആളുകൾ അയാളെ തിരക്കി വയലിലെത്തി. അപ്പോൾ അവർ അവിടെ കണ്ട കാഴ്ച വളരെ വേദനാജനകമായ കാഴ്ചയായിരുന്നു. കാരണം അന്ന് രാത്രിയിൽ അവിടെ ഉയർന്ന നിലവിളികൾ ആ ഗ്രാമത്തെ തന്നെ പിടിച്ചു കുലുക്കിയിരുന്നു. ആ നിലവിളിയുടെ വേദന എത്രമാത്രമാണെന്ന് ആ ശരീരം കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ശരീരത്തിൽ നിന്നും തല വേർപെട്ടിരുന്നു. ഏകദേശം ശരീരത്തിന്റെ താഴ്ഭാഗം ചവിട്ടി അരയ്ക്കപ്പെട്ട നിലയിലായിരുന്നു. വലതുകാൽ സഹിതം കുറച്ചകലെ നിന്നാണ് കിട്ടിയത്. ഇടതുകാൽ പറിച്ചെടുത്ത് വാരകൾക്കപ്പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നു. ഗ്രാമത്തിന്റെ വടക്കുള്ള വയലുകളിൽ അവൻ അലഞ്ഞു നടന്നു. കൂടുതൽ ഇരകളെ അവിടെ നിന്നും അവനെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ആന തെക്കോട്ട് അലഞ്ഞത്.
അവിടുത്തെ വയലുകളിൽ ചിതറിക്കിടക്കുന്ന കാവൽ മാടങ്ങളെ അവൻ ആക്രമിച്ചത്. ആനയുടെ അവിടേക്കുള്ള വര പറഞ്ഞ ഗ്രാമത്തിലെ ആളുകൾ അവരുടെ കാലുകളിൽ അവരെ കൊണ്ടാകുന്ന വിധത്തിൽ വേഗത കൈവരിച്ച് ഗ്രാമത്തിലേക്ക് ഓടിയെത്തി. ഗ്രാമത്തിലെ കുടിലുകളിൽ അഭയം പ്രാപിച്ചു. എന്നാൽ വയസ്സരായ അവർ അത്രയും വേഗത കൈവരിക്കുവാൻ കഴിയാത്ത വൃദ്ധനായ ഘോണ്ട എന്നോട് പറഞ്ഞത് ഇതാണ്: അയാൾ തലനാരിഴയ്ക്കാണ് ആനയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. ആ കഥയാണ് അയാൾ എന്നോട് പറഞ്ഞത്. മറ്റുള്ളവർ ആന വരുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ ഏറുമാടത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി വയലിലൂടെ അവരുടെ ഗ്രാമം ലക്ഷ്യമാക്കി കുതിച്ചോടി. വൃദ്ധനായി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? അവരുടെ അത്രയൊന്നും വേഗത എനിക്കുണ്ടായിരുന്നില്ലല്ലോ. 2-3 ദിവസങ്ങൾക്ക് മുന്നേ എല്ലാം നടന്ന സംഭവങ്ങൾ എൻ്റെ കാതിൽ ഇപ്പോഴുമുണ്ട്. ഓടുന്നവരെ ഓടിച്ചിട്ട് പിന്തുടർന്ന് കൊല്ലുന്ന ആനയുടെ ക്രൂരതകളെപ്പറ്റി. ഞാൻ ഒരു നിമിഷം മരണത്തെ മുന്നിൽ കണ്ടു. ഞാൻ വളരെ വേഗം ഓടുവാൻ ശ്രമിച്ചു. എന്നാൽ പ്രായം എന്നെ വല്ലാതെ തളർത്തിയിരുന്നു. അപ്പോഴേക്കും എനിക്ക് മരണം മുഖാമുഖം കണ്ട സമയം. നെൽക്കതിരുകൾ ചവിട്ടി നിരത്തിക്കൊണ്ട് ആനയുടെ കാലടികൾ എൻ്റെ തൊട്ടു പിന്നിലെത്തിയെന്ന് ഞാൻ മനസ്സിലായി. എൻ്റെ സർവ്വശക്തിയും എടുത്ത് ഞാൻ മുന്നിലേക്ക് മലർന്നു കിടന്നു വയലിലേക്ക്. ആന എൻ്റെ തൊട്ടു പിന്നിലെ ചാർജ് ചെയ്തു വരികയും വീണുകിടക്കുന്ന എൻ്റെ മുകളിലേക്ക് അവൻ വന്ന് നിൽക്കുകയും ചെയ്തു. മരണം എൻ്റെ അരികിൽ ഒരു നിമിഷത്തേക്ക് കളിയാടി. എൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. മരണഭീതിയിൽ ഞാൻ എല്ലാം കഴിച്ചു. കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞു. അപ്പോഴേക്കും അവൻ്റെ കൂർത്ത 2 കൊമ്പുകൾ എൻ്റെ ശരീരത്തിന് ഇരുവശത്തേക്കും മണ്ണിലേക്ക് വന്ന് തറച്ചു. എൻ്റെ കഥ അവിടെ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. മരണപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. കൊമ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീക്കിയിരുന്നെങ്കിൽ അതെൻ്റെ ശരീരം തുളച്ചുകൊണ്ട് മണ്ണിലേക്ക് തുളച്ച് കയറിയേനെ. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല അവിടെ നടന്നത്. കൊമ്പുകൾ എൻ്റെ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലൂടെയും മണ്ണിലേക്കായിരുന്നു തുളച്ച് കയറിയത്. ഞാൻ ആ കൈകൾ ഉയർത്തി ആ കൊമ്പിലേക്ക് പിടിച്ചു. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവമായ ഗണേശനെ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു, തൊഴുതു പ്രാർത്ഥിച്ചു. എന്നെ ഉപേക്ഷിച്ച് ആന അപ്പോഴേക്കും ഓടി ദൂരേക്ക് അകന്നു കഴിഞ്ഞിരുന്നു. ആ വൃദ്ധൻ എന്നോട് പറഞ്ഞ കഥ വിശ്വസിക്കുവാൻ എനിക്കൊട്ടും സാധിക്കുമായിരുന്നില്ല. അയാൾ സങ്കല്പിച്ചും കൂട്ടിപ്പറഞ്ഞതുമാണെന്ന് ഞാൻ വിശ്വസിച്ചു. അത് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ അയാളോട് പല ചോദ്യങ്ങളും ഉന്നയിച്ചു, ചോദ്യങ്ങളും ചോദിച്ചു. എന്നാൽ വൃദ്ധൻ തൻ്റെ കഥയിൽ ഉറച്ചു തന്നെ നിന്നു. അയാൾ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു, ആ ആനയുടെ കൊമ്പിൽ ഞാൻ പിടിച്ചതാണെന്ന്. 2-3 ദിവസങ്ങൾക്കപ്പുറം ആ ഗ്രാമം ഉപേക്ഷിച്ച് അവൻ അടുത്ത ഗ്രാമത്തിലേക്ക് പോയി. ഭണ്ഡാരി എന്ന ഗ്രാമത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് തൊലിട്ടോൾ എന്ന ചെറിയ ഊരിലേക്കായിരുന്നു അവൻ പോയത്. അവിടെ അവൻ എത്തുകയും 6 വീടുകൾ അവൻ തകർക്കുകയും ചെയ്തു. ചുമരുകൾ ഇടിച്ചിടുകയും മേൽക്കൂരകൾ തള്ളിമറിച്ചിട്ട് വലിച്ചിഴച്ചുകൊണ്ട് നടക്കുകയും ചെയ്തു. അവൻ പൂർണ്ണമായി നശിപ്പിച്ച് അതിൽ രസിച്ചുകൊണ്ടിരുന്നു. ഇതുമാത്രമായിരുന്നില്ല, അവിടുത്തെ ആളുകൾ കൃഷിയിൽ നിന്നും സംഭരിച്ചു വെച്ചിരുന്ന ധാന്യങ്ങൾ, ധാന്യപ്പുരകൾ എന്നിവയും അവൻ നശിപ്പിച്ചു. അവിടെ നിന്നും ആവോളം ധാന്യങ്ങൾ അവൻ ആഹരിക്കുക കൂടി ചെയ്തു. അവിടുത്തെ ആളുകൾ ഭയം കൊണ്ട് വിറച്ച് തങ്ങളുടെ കുടിലുകളിലും ബാക്കിയുള്ളവർ അവിടെ നിന്ന് ചിതറി ഓടി വനങ്ങളിലും അഭയം പ്രാപിച്ചു. ഗോണ്ടുകളുടെ വീടുകൾ എങ്ങനെയാണെന്ന് ഞാൻ പറയാം, നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അവരുടെ വീടുകൾ തികച്ചും ദുർബലമായ നിർമ്മിതികളാണ്. ഇത്രയും കഠിനമായ ആനകളുടെ ആക്രമണത്തെയും മറ്റും ചേർത്ത് നിൽക്കുവാൻ അവരുടെ ചുമരുകൾക്ക് കഴിയില്ല. കാരണം അവരുടെ ചുവരുകൾ നിർമ്മിച്ചിരിക്കുന്നത് മുളകൾ കൊണ്ടാണ്. മുളകൾ കീറി അത് മാറ്റുപോലെ അടുക്കി വെച്ച് അകവും പുറവും ചെളി തേച്ച് നിർമ്മിച്ചവയാണ് അവരുടെ ചുവരുകൾ. വീടിന്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് കൈത്തണ്ടയുടെ നീളമുള്ള ഈറകളും പുല്ലുകളും ഇലകളും എല്ലാം ഉപയോഗിച്ചാണ്. ആണികൾ അവർ ഉപയോഗിച്ചിട്ടില്ല. പകരം മൃഗത്തിന്റെ തോലുകളും മറ്റും ഉപയോഗിച്ചാണ് അവ കൂട്ടിക്കെട്ടിയിരിക്കുന്നത്. അവിടുത്തെ ആളുകളുടെ ഭൂരിഭാഗം വീടുകളിലും ചതുരാകൃതിയിലുള്ള ഡോൾ ഹൗസ് എന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ സംഭരണി എന്നാണ് പറയുന്നത്. അവിടെയാണ് അവർ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവരുടെ ധാന്യങ്ങളും മറ്റും ശേഖരിച്ചു വയ്ക്കുന്നത്. മുളകൾ കൊണ്ടുള്ള മാറ്റുകൊണ്ട് നിർമ്മിച്ച ഒരു ചതുര ബോക്സ് ആണ്. അതിന് ചുറ്റും അവർ അകവും പുറവും ചെളികൾ തേച്ച് വായു കടക്കാതെ അത് നിർമ്മിക്കുന്നു. അവരുടെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ ധാന്യങ്ങളും അവിടെയാണ് അവർ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. അവിടേക്കെത്തുന്ന ആനയ്ക്ക് വളരെ എളുപ്പമാണ്. മേൽക്കൂര പൊക്കി മാറ്റിയോ അല്ലെങ്കിൽ ചുവരുകൾ തകർത്തോ അവർ ഡോൾ ഹൗസിന്റെ അരികിലേക്ക് എത്തുന്നു. അത് തകർത്ത് അവർക്ക് തുമ്പിക്കൈ കൊണ്ട് എത്താവുന്ന വിധത്തിലുള്ള ധാന്യങ്ങൾ എടുക്കുകയും ബാഹ്യ ചിതറിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവിടെയുള്ള സാധന സാമഗ്രികളെല്ലാം അവൻ തകർത്ത് കളയുന്നു. അവന് വേണ്ടത്രയും ആഹാരം, ധാന്യങ്ങൾ അവിടെ നിന്നും ആഹരിച്ച ശേഷം ബാക്കി വെച്ചിട്ട് പോകുകയാണെങ്കിൽ അത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയില്ല. എന്നാൽ അവൻ്റെ തുമ്പിക്കൈ കൊണ്ട് എത്താൻ കഴിയുന്ന അത്രയും അവൻ ആഹരിക്കുകയും ബാക്കിയുള്ളവ അടിച്ചു തകർക്കുകയുമാണ് ചെയ്യുന്നത്. അതിൽ അവൻ ആനന്ദം കണ്ടെത്തുന്നതായി അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായി. ആന ഗ്രാമത്തിലേക്ക് കടന്നു വരികയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും വീട്ടിൽ താമസിക്കുന്ന അവിടുത്തെ ആളുകൾ ഓടിപ്പോകും. അവരുടെ വീടുകളിലേക്ക് ഓടിയെത്തുന്ന ആന വീട് തകർത്തുകൊണ്ട് നിൽക്കുന്ന സമയമായിരിക്കും വീട് വിട്ട് അവർ ദൂരേക്ക് ഓടിയകലുന്നത്.
കുറച്ചു ദൂരം ആന അവരെ പിന്തുടരുവാൻ ശ്രമിക്കും. ആനയ്ക്ക് അവരെ കിട്ടിയില്ല എങ്കിൽ ആന തിരികെ അവരുടെ ഗ്രാമത്തിലെ ആ വീടുകളിലേക്ക് വരികയും പൂർണ്ണമായും വീട് തകർക്കുകയും ചെയ്യും. ഇതിലെല്ലാം ഭയന്നുപോയ അവിടുത്തെ ആളുകൾ പ്രാദേശിക പൂജാരിയുടെ വീട്ടിൽ ഒത്തുകൂടി. പൂജാരിയാണ് എല്ലാ മതപരമായ ചടങ്ങുകളും അവിടെ നിർവഹിക്കുന്നത്. അവിടുത്തെ പൂജാരിയിൽ അവിടുത്തെ ആളുകൾ അന്ധമായി വിശ്വസിച്ചു. പിശാചുക്കളെ പുറത്താക്കുവാനും അതിർത്തികൾ നിർണ്ണയിക്കുവാനും കടുവകളുടെ വാ മൂടിക്കെട്ടുവാനും അവിടുത്തെ പൂജാരിക്ക് കഴിയുമെന്ന് അവിടുത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും ഒരാനയ്ക്ക് അവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ ആന ആ പൂജാരിയെ തേടി അയാളുടെ വീട്ടിലേക്ക് വന്നു. പൂജാരി തൻ്റെ പൗരോഹിത്യ ശക്തിയും പ്രദർശിപ്പിക്കുവാനുള്ള നല്ലൊരു അവസരമായിരുന്നു അത്. ആന പുരോഹിതന്റെ വീട് ലക്ഷ്യമാക്കി ചാർജ് ചെയ്തു വന്നു. അത് തകർക്കുവാൻ തുടങ്ങിയ സമയം പൂജാരി ഓടി തൻ്റെ വീടിൻ്റെ വാതിക്കൽ വന്നു നിന്നു. എന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു, "ഓ ഗണേഷ് മഹാരാജ്, ഇത്തവണ എന്നെ വെറുതെ വിടൂ. ഇന്ന് വീട്ടിൽ നിരവധി കുട്ടികളും ആളുകളുമുണ്ട്. അവരെല്ലാം പാവപ്പെട്ടവരാണ്, ഈ ഞാനും." എന്നാൽ ഇതൊന്നും ആന കേട്ട മട്ട് നടിച്ചില്ല. അവനൊന്ന് തലകുലുക്കി മുറ്റത്തേക്ക് ഒന്നിറങ്ങി തിരിഞ്ഞു നിന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയി അവൻ്റെ വീട് തകർക്കുന്നതിൽ അവൻ ആഹ്ലാദം കണ്ടെത്തി. ആ വീടിനുള്ളിൽ അഭയം പ്രാപിച്ചിരുന്നവർക്ക് ഇത് താങ്ങുന്നതിനും അപ്പുറമായിരുന്നു. ഭയന്ന് നിലവിളിച്ചുകൊണ്ട് പൂജാരിയും അവിടുത്തെ ആളുകളും അടുത്തുണ്ടായിരുന്ന ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി. അവർ ഓടിച്ചെന്നത് ഭണ്ഡേരി ഗ്രാമത്തിലേക്കായിരുന്നു. അവിടെ ഏകദേശം 2 ദിവസത്തോളം അവർ താമസിച്ചു. 1871 നവംബർ 3 രാവിലെ ഞാൻ എൻ്റെ ക്യാമ്പുമായി ജട്ടയിലെത്തിയപ്പോൾ കാര്യങ്ങളുടെ അവസ്ഥ ഇതായിരുന്നു. ആന അപ്രത്യക്ഷമായിരുന്നു. അപ്പോഴേക്കും അത് ഏതു ദിശയിലേക്കാണ് പോയിരിക്കുന്നതെന്ന് ആർക്കും പറയാനായില്ല. ബെഹറും ജട്ടയും സ്ഥിതി ചെയ്യുന്ന ചെറിയ ഭാഗമായ വെട്ടിത്തെളിച്ച പ്രദേശം, എല്ലാ ഭാഗത്തും 100 അടിയോളം ഉയരത്തിൽ നിൽക്കുന്ന കുന്നുകൾ, മലനിരകൾ, അവയെല്ലാം ചുറ്റപ്പെട്ട് ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളും മുളകളും നിറഞ്ഞ കാടുകൾ, വഴിയില്ലാത്ത കാടുകളാൽ മൂടപ്പെട്ടിരിക്കുന്ന ഈ വനപ്രദേശം വടക്ക് മണ്ഡല ജില്ല വഴി റേവയിലേക്കും കിഴക്ക് ഛത്തീസ്ഗഡ് സമതലത്തിന്റെ പടിഞ്ഞാറ് വടക്കും അതിർത്തിയിലുള്ള കുന്നുകൾ വഴി അമർകണ്ടകളിലേക്കും തെക്ക് ബസ്തറിലെ വനപ്രദേശത്തിലേക്കും പടിഞ്ഞാറ് താഴ്വരയിലേക്ക് മുകളിലുള്ള മലനിരയിലേക്കുമാണ് വ്യാപിച്ചു കിടക്കുന്നത്. നമ്മൾ ഇവിടേക്ക് വരുന്ന വഴിയിൽ മിസ്റ്റർ ഹാങ്സിൻ ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായി ഒരിടത്ത് പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ? കുറച്ച് സമയത്തിനപ്പുറം അയാളുടെ ഒരു ദൂതൻ എൻ്റെ അരികിലേക്ക് എത്തി. അയാൾ മാത്രം എത്തിയിരുന്നില്ല. ടൊളിലോയിലെ വീടുകൾ തകർത്ത ശേഷം അവൻ തെക്കോട്ട് പോകുന്നത് കണ്ടതല്ലാതെ ആ ഭീകര ജന്തുവിനെ കുറിച്ച് മറ്റൊന്നും അറിയുവാൻ സാധിച്ചില്ല. അത് ഞാനിപ്പോൾ നിൽക്കുന്ന ക്യാമ്പിന്റെ ചുറ്റുപാടുമുള്ള കാടുകളിൽ എവിടെയോ മറിഞ്ഞിരിക്കുകയാണ് എന്നല്ലാതെ മറ്റൊന്നും എനിക്കറിയുവാൻ കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ കാണ്ടാപാറയിൽ നിന്നുള്ള എൻ്റെ നല്ല സുഹൃത്തുക്കളായ ബൈക്കുകൾ എന്നെ സഹായിക്കുവാൻ തയ്യാറായില്ലായിരുന്നുവെങ്കിൽ ചുറ്റുമുള്ള വനങ്ങളെല്ലാം എനിക്കൊരു വൈക്കോൽ കോനയും ആന എനിക്കൊരു സൂചിയുമായി തോന്നിയേനെ. എനിക്കൊരിക്കലും ഈ കാടിൽ നിന്നും ആനയെ കണ്ടെത്തുവാൻ സാധിക്കില്ലായിരുന്നു. എന്നെ സഹായിക്കുവാൻ വേണ്ടി എൻ്റെ ക്യാമ്പിലേക്ക് കുറച്ച് ബായികൾ അല്ലെങ്കിൽ ഗോത്ര വിഭാഗക്കാർ എത്തിയിരുന്നു. ഇവരാരാണ്, ഇവരെന്താണെന്ന് കഴിഞ്ഞ കഥയിൽ ഞാൻ വളരെ വിശദമായി പറഞ്ഞതാണ്. അതുകൊണ്ട് ഇതിൽ ഞാൻ പറയുന്നില്ല. അങ്ങനെ എൻ്റെ ക്യാമ്പിലേക്ക് എത്തിയവർക്ക് കുറച്ച് പണം ഞാൻ നൽകി. അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി അവരെ തെക്കോട്ട് പറഞ്ഞയക്കുകയും ചെയ്തു. പിന്നെ അവിടെ നിന്ന് കുറച്ചുപേരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും അയച്ചു. വനത്തിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് വനത്തെപ്പറ്റിയുള്ള വിവരങ്ങളെല്ലാം നല്ല പോലെ തന്നെ അറിയാം. അതുപോലെ മൃഗങ്ങളെയെല്ലാം ട്രാക്ക് ചെയ്യുവാനും അവർക്ക് അസാമാന്യമായ കഴിവാണുള്ളത്. അതിനാൽ തന്നെ അവരുടെ തിരച്ചിൽ വ്യാപിപ്പിക്കുവാൻ ഞാൻ അവരോട് പറഞ്ഞു. ആന പോകാൻ സാധ്യതയുള്ള വഴികളിലൂടെയെല്ലാം നിങ്ങൾ സഞ്ചരിക്കണമെന്നും അസ്വാഭാവികമായി എന്തെങ്കിലും ട്രാക്കുകൾ കണ്ടെത്തുകയാണെങ്കിൽ ഒരു നിമിഷം പോലും വൈകാതെ തന്നെ ക്യാമ്പിലേക്ക് വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നും ഞാൻ അവരെ ചട്ടം കെട്ടി. അവിടുത്തെ ആളുകൾക്ക് എന്നെ വലിയ കാര്യമാണ്, വലിയ വിശ്വാസവുമാണ്. ആനയെ ട്രാക്ക് ചെയ്യുന്നവർക്ക്, കണ്ടെത്തുന്നവർക്ക് ഞാൻ എന്തെങ്കിലും സമ്മാനം കൊടുക്കുമെന്നും അവർ കരുതുന്നു. അതുപോലെ തന്നെ ഞാൻ ചെയ്യുകയും ചെയ്യും. എൻ്റെ സുഹൃത്തായ ഗൺപത് സിംഗ് എന്നോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ കൗതുകത്തോടെ എന്നെ നോക്കുമത്രേ. എന്നിട്ട് അവർ പരസ്പരം പറയും, ദാണ്ടേ സാഹിബ് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്തെ സന്തോഷം നിങ്ങൾ കണ്ടില്ലേ? ആത്മവിശ്വാസം കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ കയ്യിലെ തോക്ക് നിങ്ങൾ കണ്ടില്ലേ? സ്വയമേ അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു വീരനാണെന്നാണ്. എന്നാൽ നമ്മുടെ പ്രസ്തുത പ്രതിയായ കൊലയാനയെ കാണുന്നത് വരെ അദ്ദേഹത്തിന്റെ മുഖത്ത് ആ ചിരി ഉണ്ടായിരിക്കുകയുള്ളൂ. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ആനയെ പിടിക്കുവാൻ പോയവരാരും തന്നെ ഇതുവരെയും തിരികെ നാട്ടിലേക്ക് വന്നില്ല. അവരുടെ വെടിയുണ്ടകൾക്ക് പോലും അവന്റെ ശരീരത്ത് ഒരു മുറിവ് പോലും ഏൽപ്പിക്കുവാൻ ഇതുവരെയും സാധിച്ചില്ല. സാഹിബിനും ഇതേ ഗതി തന്നെയാകും. അവന്റെ കൊമ്പിൽ അദ്ദേഹത്തെ കോർത്തെടുക്കും.
കേൾക്കാം അധികം വൈകാതെ തന്നെ ഒരു വാർത്ത. ഏതെങ്കിലും ഒരു കാട്ടിലോ തോട്ടിലോ അല്ലെങ്കിൽ വയൽവക്കത്തോ ചതഞ്ഞരഞ്ഞ സാഹിബിന്റെ മൃതദേഹം കണ്ടു എന്ന് മണ്ണിൽ കുഴഞ്ഞ് തിരിച്ചറിയുവാൻ പറ്റാത്ത പാകത്തിന്. സുഹൃത്തെ, അവർ പറഞ്ഞതെല്ലാം എന്നെ വല്ലാതെ നോവിപ്പിച്ചു, വല്ലാതെ വേദനിപ്പിച്ചു. എന്തിനേറെ പറയണം, നിങ്ങളുടെ വീട്ടിലെ വളർത്താനയെ കാണുന്നത് പോലും എന്നെ വല്ലാതെ വിറയൽ കൊള്ളിപ്പിച്ചിട്ടുണ്ട്. ഭയം വല്ലാതെ എൻ്റെ മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നിട്ടുണ്ട്. ഗഡ്മൻ സിംഗ് കൂട്ടിച്ചേർത്ത് എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ വിഷമം അപ്പോൾ നല്ല പോലെ കാണാൻ കഴിയുമായിരുന്നു. തങ്ങളുടെ ഗ്രാമത്തിലേക്ക് ആ കൊലയാന വരുന്നുണ്ട് എന്ന് വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗ്രാമചന്തയിൽ നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഭീതി പടരും. ഒത്തുചേർന്നവർ ചിതറിയോടും. കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ എന്തുമാകട്ടെ, അവരുടേതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടേതോ, അതെല്ലാം എടുത്തുകൊണ്ട് കാണുന്ന വഴിയിലൂടെ അവർ അവിടുന്ന് പലായനം ചെയ്ത് മറ്റേതെങ്കിലും ഗ്രാമത്തിലേക്ക് കുതിച്ചോടും. ഓടുന്ന കൂട്ടത്തിൽ അവരുടെ കയ്യിൽ നിന്ന് വീഴുന്ന എത്ര വിലമതിക്കാനാകാത്ത സാധനമായാലും തിരികെ വന്നത് എടുക്കുവാൻ പോലും അവർ കൂട്ടാക്കത്തില്ല. അത്രയും ഭയമായിരുന്നു ആന മറ്റുള്ള ഗ്രാമങ്ങളിൽ വിതച്ചിരുന്നത്. സൂര്യാസ്തമയത്തിന് ശേഷം സലയ എന്ന ചെറിയ ഗ്രാമത്തിന്റെ വയലുകളിലൂടെ അവൻ ആ കൊലയാന കടന്നു പോകുന്നത് അവിടുത്തെ ആളുകൾ കണ്ടു. അവൻ വയലിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന മച്ചാനുകളെല്ലാം തന്നെ അവൻ കുത്തിമറിച്ച് നിലത്തേക്കിടും, ചവിട്ടി നശിപ്പിക്കും. എന്തിനെ എന്ന് ഇപ്പോഴും അവിടുത്തെ ആളുകൾക്ക് അറിയില്ല. ആനയുടെ ഭീതി കാരണം ആരും തന്നെ അവരുടെ കൃഷിയിടങ്ങൾക്ക് ഇപ്പോൾ കാവൽ നിൽക്കാറില്ല. കാവൽക്കാരാരുമില്ലാത്ത ആ മച്ചാൻ എന്തിനെ അവൻ മറിച്ചിടണമെന്ന ചോദ്യം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുകയാണ്. ആ കാട്ടാന കടന്നു പോകുന്നത് കിൻഹിയയിലേക്കുള്ള കുന്നുകളിലേക്കാണ്. അവിടെയാകെ അവൻ ചുറ്റിക്കറങ്ങി നിൽക്കും. പിന്നെയും ഗ്രാമത്തിനരികിലൂടെ വയലുകളിലൂടെ നടക്കും. വീണ്ടും ആ കുന്നുകളിലേക്കും അവിടുത്തെ വനങ്ങളിലേക്കും മടങ്ങിപ്പോകും. ഗ്രാമത്തിന്റെ അടുത്ത വയലുകളിലേക്ക് മാത്രമേ അവൻ അവന്റെ ആക്രമണം നീട്ടിയിരുന്നുള്ളൂ. അവിടുത്തെ ആളുകളെ ആരെയും തന്നെ അവൻ ഇതുവരെയും ഉപദ്രവിച്ചില്ല. അതുകൊണ്ട് തന്നെ സലയിലെ ജനങ്ങൾ വളരെ ആശ്വസിച്ചാണ് അവിടെ നിൽക്കുന്നത്. എന്നാലും അവരുടെ ഉള്ളിൽ ചെറിയ ഭയങ്ങളുണ്ട്. ഞാൻ ഗ്രാമത്തിന്റെ അരികിലൂടെ കടന്നു പോകുമ്പോൾ ആ ഗ്രാമത്തിന്റെ ചുമതലയുള്ള തലവൻ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അദ്ദേഹവുമായി സൗഹൃദ സംഭാഷണം നടത്താറുമുണ്ട്. സംഭാഷണങ്ങൾക്കിടയിൽ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആന ഞങ്ങളുടെ ഗ്രാമത്തിന്റെ അരികിലൂടെ പല തവണയും കടന്നു പോയിട്ടുണ്ട്. ഇതുവരെയും അവൻ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇവിടുത്തെ ആരെയും അവൻ ഉപദ്രവിച്ചിട്ടില്ല. ഇക്കാര്യങ്ങളെല്ലാം അദ്ദേഹം എന്നോട് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. അവിടുത്തെ ആളുകളെല്ലാം തന്നെ ഗണേശ ഭഗവാനെ നിരന്തരം പ്രാർത്ഥിക്കുന്നു, പൂജിക്കുന്നു, അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നു. അതുമാത്രമല്ല, അവിടെ നടത്തിയ പല ചടങ്ങുകളും അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹത്തോടെ ആനയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചു നിർത്തുകയാണെന്നും അതുകൊണ്ടാണ് ആ കാട്ടാന ഞങ്ങളുടെ സ്വത്തും ജീവനും എല്ലാം ഒഴിവാക്കി ഇവിടെ നിന്ന് അകന്ന് സഞ്ചരിക്കുവാൻ പ്രേരിപ്പിക്കുന്നതെന്നും അയാൾ പറഞ്ഞു. ഇവർ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം മാത്രം എനിക്കറിയാം, കിൻഹിയിലെ ജനങ്ങൾക്ക് അവിടെ വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലായിരുന്നു. കുന്നുകൾക്ക് മുകളിൽ ഒരാന പലപ്പോഴും വരികയും അവിടെ ഉള്ള ആളുകൾക്കും അവരുടെ സാധനങ്ങൾക്കുമേൽ വൻ നാശം വരുത്തുകയും കൊലകൾ നടത്തുകയും ചെയ്തുവെന്ന് അവർ കേട്ടിരുന്നു. എന്നാൽ മാറ്റയിലും പരിസര പ്രദേശങ്ങളിലും അത് വരുത്തിയ നാശനഷ്ടങ്ങളെക്കുറിച്ച് അവർ കേട്ടിരുന്നില്ല. ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും അവൻ കൊന്നിരുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ ആകെ വിഭ്രാന്തിയിലായി. ആനയുടെ ആക്രമണം ആദ്യമായിട്ടായിരുന്നു അവരുടെ ഗ്രാമത്തിൽ ആ സമയം അരങ്ങേറിയിരുന്നത്. അവിടുന്ന് പിന്നീട് ആന തുടർച്ചയായി ഏകദേശം 2 മൈൽ വടക്കോട്ട് സഞ്ചരിച്ചു. ആന പിന്നീട് എത്തിയത് കാന്ദ്ര എന്ന ഒരു ഗ്രാമത്തിലായിരുന്നു. ആന അവരുടെ ഗ്രാമത്തിലേക്ക് അലറി വിളിച്ചുകൊണ്ട് ചാർജ് ചെയ്തു വരുന്നത് കണ്ടുകൊണ്ടായിരിക്കണം അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ ചിതറി ഓടിയത്. പലരും തങ്ങളുടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഓടി മറഞ്ഞു. മറ്റു ചിലർ മറഞ്ഞു വീണിട്ടും വീണ്ടും എഴുന്നേറ്റ് എവിടേക്കെന്നില്ലാതെ ഓടി അലഞ്ഞു. പലരും വീടുകളിൽ കയറി ഒളിച്ചിരുന്നു. ശ്വാസം പോലും വിടാൻ അവർ ഭയന്നു. ഗ്രാമത്തിലേക്ക് കടന്നു വന്ന ആന അവിടെ കൊലവിളി വിളിക്കുകയും പലരുടെയും പുറവിനെ ആക്രമിക്കുവാൻ വേണ്ടി ഓടുകയും ചെയ്തു. എന്നാൽ ഭാഗ്യം കൊണ്ട് അവിടുത്തെ ആളുകൾക്ക് ആർക്കും തന്നെ ജീവഹാനി ഉണ്ടായില്ല. എന്നാൽ ഗ്രാമത്തിലേക്ക് എത്തിയ ആന തൻ്റെ കലി മുഴുവൻ തീർത്തത് ഗ്രാമത്തിലെ ഒരു വീട് തകർത്തുകൊണ്ടായിരുന്നു. ആ വീട് തകർത്ത് തരിപ്പണമാക്കിയതിനു ശേഷം അടുത്തുണ്ടായിരുന്ന വനത്തിലേക്ക് പോയി അപ്രത്യക്ഷമാകുകയായിരുന്നു. കാന്ദ്ര എന്ന ഗ്രാമത്തിലെ ആളുകൾ ഭയത്തിലായിരുന്നു. പിന്നെ കുറച്ചു ദിവസത്തേക്ക് ആനയുടെ ശല്യമൊന്നും അവിടെ ഉണ്ടായില്ല. കാരണം ആന കാട് കയറി മറ്റൊരു ഗ്രാമം ലക്ഷ്യമാക്കി അപ്പോഴേക്കും അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. പിന്നീട് ആന എത്തിയത് കാഡോപുറ എന്ന ഗ്രാമത്തിലാണ്.
അവിടെയും ഇതുപോലെ തന്നെ അവിടുത്തെ ആളുകളെയും ഭയപ്പെടുത്തി ആളുകളെയെല്ലാം ഓടിച്ച് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് വൈകുന്നേരം വരെയും അവർ മറ്റിടങ്ങളിലുമെല്ലാം പോയി ഒളിച്ചിരുന്ന് ചിലർ മറ്റ് ഗ്രാമങ്ങളിലേക്ക് പലായനം ചെയ്തു. കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പല വഴിയും അവർ ചിതറിയോടി. കാരണം അവിടുത്തെ ആളുകളെല്ലാം കേട്ടിരുന്നു ഈ ആനയെപ്പറ്റി, ഇവൻ ചെയ്ത കൊലകളെപ്പറ്റി, ക്രൂരതകളെപ്പറ്റിയെല്ലാം. അവിടേക്കെത്തിയ അവനും മറ്റാരെയും കിട്ടാത്തത് കൊണ്ടായിരിക്കാം അവിടുത്തെ ഒരു വീട് പൂർണ്ണമായി തകർത്തത്. പിന്നെ അവൻ ഏകദേശം 5 മൈൽ തെക്കോട്ട് നീട്ടി സഞ്ചരിച്ചു. അവസാനം അവൻ എത്തിച്ചേർന്നത് കഗോരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. മറ്റ് ഗ്രാമങ്ങളെ പോലെ തന്നെ കൃഷിയിടങ്ങൾക്ക് ചുറ്റുമാണ് ആ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വയലുകളിലും മറ്റും മച്ചാനകൾ ഉയർന്നു നിൽക്കുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇതുവരെയും ഈ ആന ഇവിടേക്ക് വരാത്തത് കൊണ്ട് തന്നെ അവരുടെ കൃഷിയിടങ്ങൾക്ക് മച്ചാനിൽ ഇരുന്നു കൊണ്ട് കാവൽ നൽകുകയായിരുന്നു അവിടുത്തെ ഗ്രാമീണർ. ഏകദേശം സൂര്യൻ അസ്തമിച്ച ശേഷമാണ് അവൻ ആ ഗ്രാമത്തിലേക്ക് എത്തിയത്. നിർഭാഗ്യവശാൽ ആ ഗ്രാമത്തിന്റെ സമീപത്തുണ്ടായിരുന്ന ഒരു വയലിലെ മച്ചാനിൽ ഗ്രാമത്തിലെ ഒരു പാവം പിടിച്ചവൻ കാവൽ നിൽക്കുകയായിരുന്നു. ഉറച്ച കാലടി ശബ്ദങ്ങൾ അയാൾ കേട്ടിരുന്നു. ശബ്ദം കേട്ട ഉടനെ തന്നെ അദ്ദേഹം തീപ്പന്തം കത്തിച്ചു വെച്ചുകൊണ്ട് അതിന്റെ വെളിച്ചത്തിൽ ചുറ്റുപാടും തിരഞ്ഞു. എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി. തന്റെ കൃഷിവിളകളെല്ലാം ഇടിച്ചു നിരത്തിക്കൊണ്ട് ആ ആന ആ മച്ചാന് നേരെ ചാർജ് ചെയ്ത് ഓടി വന്നു. മച്ചാനിൽ പേടിച്ച് വിരണ്ടിരുന്ന അയാളുടെ കാലുകളിലേക്ക് തന്റെ തുമ്പിക്കൈ കൊണ്ട് വലിച്ചു താഴെ കിട്ടു. ആനയ്ക്ക് മുന്നിൽ തന്റെ ജീവൻ ദാനമായി നൽകണമെന്ന് ആ പാവം കർഷകൻ ഇരുന്നു. തന്റെ തലപൊക്കി തുമ്പിക്കൈ ഉയർത്തി ആന ഉച്ചത്തിൽ കൊലവിളി നടത്തി. അവന്റെ കാലുകളിലേക്ക് ആന അമർത്തി ചവിട്ടി. മാംസം പൊളിഞ്ഞ് എല്ലുകൾ പുറത്തേക്ക് ചാടി. ആന അയാളെ തുമ്പിക്കൈയിൽ വാരിയെടുത്ത് കൃഷിയിടത്തിലേക്ക് എറിഞ്ഞു. അയാൾ ഉച്ചത്തിൽ വേദനയാൽ നിലവിളിച്ചു. എന്നാൽ കാട്ടാന പിന്നീട് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല. അവൻ അവിടുന്ന് വീണ്ടും നടന്നകന്നു. അയാളുടെ ഭാഗ്യത്തിന് മാത്രം അയാളുടെ ജീവൻ തിരികെ കിട്ടി. എന്നാൽ കാല് പൂർണ്ണമായും നഷ്ടമായി കഴിഞ്ഞിരുന്നു. ഒരുപാട് സമയം വൈകാതെ തന്നെ ഈ വിവരം എൻ്റെ കാതുകളിലേക്ക് എത്തി. ഒട്ടും വൈകാതെ തന്നെ ഞാൻ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്നും അവൻ നശിപ്പിച്ച ആ പാത പിന്തുടർന്നുകൊണ്ട് ഏകദേശം 3 മണിയോടെ ജുനാവാൻടോള എന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ ആനയുടെ അതിക്രമങ്ങളെ പറ്റിയെല്ലാം എനിക്ക് ബോധ്യപ്പെട്ടു. 1871 നവംബർ 6-ാം തീയതി രാവിലെ തന്നെ ആന ഗ്രാമത്തിൻ്റെ അതിർവരമ്പുകൾ തീർന്നു നിൽക്കുന്ന വേലികളെല്ലാം ഇടിച്ചു നിരത്തിക്കൊണ്ട് അവൻ കിഴക്ക് ദിശ ലക്ഷ്യമാക്കി പോയി. അവൻ എവിടേക്കാണ് പോയി മറഞ്ഞതെന്ന് ആർക്കും അറിയില്ല. വനത്തിലേക്ക് പോയി മറഞ്ഞിരിക്കുകയാണോ എന്ന സംശയം അവിടുത്തെ ഗ്രാമീണരിൽ ഉണ്ടായിരുന്നു. ഗ്രാമത്തിൽ നിന്നും വെറും 1/4 മൈൽ അകലെയാണ് ആ വനം നിൽക്കുന്നത്. ഏതു നിമിഷവും വനത്തിൽ നിന്നും അവൻ പ്രത്യക്ഷപ്പെടാമെന്ന ചിന്ത ഗ്രാമത്തിലെ ആളുകൾക്കുണ്ടായിരുന്നു. അതിനാൽ തന്നെ ആയിരിക്കാം ഗ്രാമത്തിൽ നിന്നും പുറത്തിറങ്ങുവാൻ അവിടുത്തെ ആളുകൾ വിസമ്മതിച്ചത്, അല്ലെങ്കിൽ ഭയന്നത്. ഇവിടെ ഈ ഗ്രാമത്തിൽ ആന ഇറങ്ങിയെന്ന വിവരം പരക്കെ പടർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മറ്റ് ഗ്രാമങ്ങളിൽ നിന്നും തന്നെ ആരും തന്നെ ഇവിടേക്ക് എത്താഞ്ഞത്. ആന അവിടേക്ക് വന്ന വിവരം അറിഞ്ഞതുകൊണ്ട് ഞാനും എൻ്റെ സംഘാംഗങ്ങളും ആ ഗ്രാമം ലക്ഷ്യമാക്കി അവിടേക്ക് സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഏകദേശം 2 ദിവസം നീണ്ടുനിന്ന യാത്രയായിരുന്നു ഇത്. കനത്ത ചൂടിൽ ഞങ്ങൾ വല്ലാതെ ക്ഷീണിച്ച് തളർന്നിരുന്നു. ആഹാരം എന്നുള്ളത് ഞങ്ങൾ കഴിച്ചിട്ടേയില്ല. എങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം വെള്ളമാവോളം കുടിക്കുന്നുണ്ടായിരുന്നു. ആനയുടെ ശല്യമുണ്ടായി എന്ന് പറയപ്പെടുന്ന ഗ്രാമം എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ എല്ലാവരെയും അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ വൃക്ഷത്തിന് ചുവട്ടിലേക്ക് ഒത്തുകൂട്ടി. അവിടെ അവരെ ഇരുത്തിയതിനു ശേഷം അവർക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം അറേഞ്ച് ചെയ്തതിനു ശേഷം ഞാൻ എൻ്റെ കുതിരയിന്മേൽ കയറി ആനയുടെ പാത പിന്തുടർന്ന് ട്രാക്ക് പിന്തുടർന്ന് അതിന് പിന്നാലെ യാത്ര തുടങ്ങി. അങ്ങനെ ഞാൻ ആ ഗ്രാമവും ആ ഗ്രാമത്തിന് ചുറ്റുമുള്ള മറ്റ് ഗ്രാമങ്ങളിലൂടെയും എല്ലാം കുതിരയിന്മേൽ സവാരി നടത്തിയിരുന്നു. അങ്ങനെ എൻ്റെ തിരച്ചിലിനൊടുവിൽ പിബൽഗാവ് എന്ന് പറയുന്ന ഗ്രാമത്തിന് അരികിൽ വെച്ച് ഞാൻ ആനയെപ്പറ്റിയുള്ള വിവരം അറിഞ്ഞു. മിസർകൊൽബ് എന്ന ആ ഗ്രാമത്തിൻ്റെ തലവൻ്റെ മെതിക്കളത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഒരാൾ വഴിയാണ് ഞാൻ ആ വിവരം അറിഞ്ഞത്. അദ്ദേഹം പുലർച്ചെ ആനയെ ഈ ഗ്രാമത്തിന് സമീപത്ത് വെച്ച് കണ്ടു എന്ന വാർത്തയായിരുന്നു ഞാനുമായി പങ്കുവെച്ചത്. അയാളിൽ നിന്നും ആ കിട്ടിയ വിവരം ആ ഗ്രാമത്തെ മുഴുവൻ നിരീക്ഷിക്കുവാൻ എന്നെ വിധേയനാക്കി. ഞാൻ ഗ്രാമത്തിന് ചുറ്റുപാട് മുഴുവൻ നടക്കുകയും ആനയുടെ കാലടയാളം അവസാനം കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷം അവിടുത്തെ ജനങ്ങളെ ഞാൻ ചട്ടം കെട്ടി. ആനയുടെ ട്രാക്ക് പിന്തുടർന്ന് പോകുവാനും ആന ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നും കണ്ടെത്തുവാനുമായിരുന്നു ഞാൻ അവർക്ക് കൊടുത്ത നിർദ്ദേശം. അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ തിരികെ എൻ്റെ ക്യാമ്പിലേക്ക് വരണമെന്നും അപ്പോൾ തന്നെ റിപ്പോർട്ട് നൽകണമെന്നും ഞാൻ അവരോട് പറഞ്ഞു. ആനയുടെ പാത പിന്തുടർന്ന് പോകുവാൻ ഞാൻ അവരെ ചട്ടം കെട്ടിയതിനു ശേഷം ജുനാവാൻടോളയിലേക്ക് ഞാൻ മടങ്ങി. അവിടേക്ക് മടങ്ങിയെത്തിയ ശേഷം അവിടെയുള്ള എൻ്റെ ആളുകളെ
മറ്റൊരു വലിയ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുവാൻ ഒരുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയായിരുന്നു ഞാൻ തിടുക്കത്തിൽ ഇവിടേക്ക് യാത്ര ചെയ്തു വന്നത്. അങ്ങനെ ഏകദേശം പുലർച്ചെയായതോടെ ആനയെപ്പറ്റിയുള്ള വിവരം അറിയിച്ചുകൊണ്ട് 2 പേർ എൻ്റെ ക്യാമ്പിലേക്ക് കടന്നു വന്നു. കൊലയാനയെപ്പറ്റിയുള്ള വിലയേറിയ വിവരങ്ങൾ അറിയിക്കുവാൻ വേണ്ടിയായിരുന്നു അവർ എൻ്റെ ക്യാമ്പിലെത്തിയത്. നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്ന ആ കാട്ടാന പുലർച്ചെ ജോഡിറ്റോളയിലൂടെ കടന്നു പോകുന്നത് കണ്ടുവെന്ന് അവകാശപ്പെടുന്നവരായിരുന്നു അവിടെ എത്തിയിരുന്നത്. അവരുടെ വാക്കുകളെ എനിക്ക് അത്രയും വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം പാഴാക്കാതെ ഞാനും എൻ്റെ ആളുകളും അവിടേക്ക് പോകുവാൻ വേണ്ടി സജ്ജമായി. അങ്ങനെ സജ്ജമായി നിൽക്കുന്ന സമയമാണ് അവിടേക്ക് എൻ്റെ സുഹൃത്ത് കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ കുതിരയുടെ കുളമ്പടി നാദങ്ങൾ അങ്ങ് അകലെ നിന്നും എൻ്റെ ചെവിയിലേക്ക് എത്തി. ഞാൻ വളരെ വേഗം ക്യാമ്പിന് പുറത്തെത്തി അവിടേക്ക് സൂക്ഷിച്ചു നോക്കി. അതെ, എൻ്റെ സുഹൃത്ത് എൻ്റെ ക്യാമ്പ് ലക്ഷ്യമാക്കി കടന്നു വരികയാണ്. ആരാണ് ആ സുഹൃത്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മറ്റാരും ആയിരുന്നില്ല, നെയ്ലറായിരുന്നു അത്. അദ്ദേഹത്തെ കണ്ടതും എനിക്ക് വളരെയധികം സന്തോഷം എൻ്റെ മുഖത്ത് വിരിഞ്ഞു. അതിപ്പോൾ എങ്ങനെയാണ് പറയുക എന്ന് എനിക്കറിയില്ല. വിവരണത്തിന് അതീതമാണ് അത്. ഞാൻ നിങ്ങളോട് കഥയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ 2 റൈഫിലുകൾ ഉണ്ടായിരുന്നു എന്ന്. അതിൽ ഒന്ന് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളാണ്, മനോഹർ സിംഗ്. ആ കാട്ടാനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഏതൊരു ആക്രമണത്തിനും അല്ലെങ്കിൽ അവൻ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തിക്കെല്ലാം തടയിടുവാൻ വേണ്ടി കഴിവുള്ള ഒരാൾ തന്നെയാണ് അയാളും. എനിക്ക് പൂർണ്ണമായും ആശ്രയിക്കുവാൻ പറ്റുന്ന എൻ്റെ കൂട്ടാളി. എങ്കിലും അത്രയ്ക്കൊന്നും അയാളെ എനിക്ക് വിശ്വസിക്കുവാൻ സാധിക്കില്ല, അദ്ദേഹത്തിൻ്റെ കഴിവുകളെ. നെയ്യർ കൂടി തിരിച്ച് ഞങ്ങളുടെ സംഘത്തിൽ ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങളുടെ സംഘത്തിന് കരുത്ത് വർദ്ധിച്ചതായി എനിക്ക് തോന്നി. പിന്നെ ഒട്ടും താമസിച്ചില്ല, എൻ്റെ തോക്കേന്തി നിൽക്കുന്ന സിംഗിനെയും ഞാനും കുറച്ച് ബൈക്കുകളെയും കൂട്ടി ആനയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലം ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടങ്ങി. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ തന്നെ നമ്മൾ നേരത്തെ ആനയെ ട്രാക്ക് ചെയ്യുവാൻ അവിടെ കഴിച്ച ഗ്രാമീണരെ വഴിക്ക് വെച്ച് കണ്ടു. അവർ ഞങ്ങൾക്ക് സഹായഹസ്തം നീട്ടി. ആന പോയിരിക്കുന്ന ട്രാക്ക് അവർ കാണിച്ചു തരാമെന്ന് ഞങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തു. ഞങ്ങളത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. വഴികാട്ടികളായി അവർ മുന്നിൽ നടന്നു, ഞങ്ങൾ അവർക്ക് പിന്നാലെ തോക്കും പിടിച്ചുകൊണ്ട്. വനത്തിന്റെ അരികിലേക്ക് എത്തിയതും ഞങ്ങൾ കുതിരകളെ ഉപേക്ഷിച്ച് കുതിരകൾക്ക് പുറത്തുനിന്നും താഴേക്കിറങ്ങി വനത്തിലൂടെ ആ പുതിയ പാതകൾ തേടി ഞങ്ങൾ യാത്ര തുടർന്നു. ഞങ്ങളുടെ മുന്നേ നടന്ന ഗ്രാമവാസികളുടെ മുഖത്ത് ഭയവും ജിജ്ഞാസയും ഉടലെടുക്കുന്നതായി ഞങ്ങൾ ശ്രദ്ധിച്ചു. അവർ വല്ലാതെ മുന്നിലേക്ക് പോകുന്തോറും ഭയം കാണിക്കുന്നു. പുതിയ പാതകൾ വിട്ടുകൊണ്ട് പഴയ പാതകൾ പിന്തുടരുവാൻ അവർ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി. ഞാൻ ഉടനെ തന്നെ ആ ഗ്രാമീണരെ ശാസിക്കുകയും അവരെ പുറകിലോട്ട് പറഞ്ഞയക്കുകയും ചെയ്തു. പിന്നെ ട്രാക്ക് പിന്തുടരുക എന്ന നേതൃത്വം ഏറ്റെടുത്തത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മികച്ച ബൈക്കുകളായിരുന്നു, ഭക്തും ഖൗറും. പിന്നീട് അവർ 2 പേരുമാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചത്. പുതിയ പാതകൾ പിന്തുടർന്നുകൊണ്ട് വീണ്ടും ഞങ്ങൾ 1 മൈലുകൾ കൂടി മുന്നിലേക്ക് നടന്നു. ഏത് നിമിഷവും കാട്ടാന പുറത്ത് ചാടി വന്ന് ഞങ്ങളെ ആക്രമിച്ചേക്കാം എന്ന ഭീതി എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത്രയും പുതിയ പാതകളാണ് ഇപ്പോൾ ഞങ്ങൾ പിന്തുടർന്നു പോകുന്നത്. എന്നാൽ ഞങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു സംഭവം അവിടെ അരങ്ങേറി. വനത്തിന് പുറത്തുനിന്നും ഉയർന്നു കേട്ട ഒരു ആനയുടെ ചിഹ്നം വിളിയായിരുന്നു അത്. അതോടെ ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് കനത്ത നിരാശയായി. പുറകിൽ നിന്നിരുന്ന ഗ്രാമീണരുടെ മുഖത്ത് അപ്പോൾ കുറച്ച് ആശ്വാസം വിരിയുന്നതായി തോന്നി. ആന ഇപ്പോൾ ഗ്രാമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പിന്നെ ഒരു നിമിഷം പോലും ഞങ്ങൾ കാത്തിരുന്നില്ല. ഞങ്ങൾ വളരെ വേഗം തന്നെ കുതിരയെ അടിച്ചുവിട്ട സ്ഥലം ലക്ഷ്യമാക്കി കുതിച്ചോടി. അവിടേക്ക് പാഞ്ഞെത്തുകയും കുതിരമേൽ കയറി ഞങ്ങളുടെ തോക്ക് കൈവശം എടുത്തുകൊണ്ട് ആനയുടെ അലർച്ച കേട്ട ദിശ ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞു. ആ അലർച്ച വന്നിരിക്കുന്നത് കഗോരി എന്ന സ്ഥലത്ത് നിന്നുമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ വളരെ വേഗം കുതിരയെ നയിച്ചുകൊണ്ട് കഗോരി ഗ്രാമത്തിനടുത്തു വെച്ച് ഞങ്ങൾ കാടിനെ ഒരു മൂല ചുറ്റി വളർന്നപ്പോൾ ഏകദേശം 1/4 മൈൽ മുന്നിലായി ആ വലിയ ഭീകരനായ ആനയെ കണ്ടു. അവൻ മുന്നിലേക്ക് നടന്നു നീങ്ങുകയാണ്. അവൻ്റെ സാന്നിധ്യം മനസ്സിലായതും ഞങ്ങളെ കൊണ്ടാകുന്നത് പോലെ കുതിരയെ അവിടേക്ക് പായിച്ചു. എന്നാൽ ആന ഞങ്ങളുടെ തോക്കിന് റേഞ്ചിനുള്ളിൽ വരുന്നതിന് മുന്നേ തന്നെ അവൻ വനത്തിനുള്ളിലേക്ക് കയറി മറഞ്ഞിരുന്നു. പിന്നീട് വനത്തിനുള്ളിലൂടെ കയറി അവനെ പിന്തുടർന്നു പോകുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. കാരണം മറ്റൊന്നുമല്ല, സൂര്യൻ അപ്പോഴേക്കും പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അസ്തമിച്ച് ഇരുട്ട് പടരുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. രാത്രിയിൽ വനത്തിലൂടെ അവനെ പിന്തുടർന്നു പോകുക എന്നത് ആത്മഹത്യാപരമാണ്. അതുകൊണ്ട് തന്നെ ആ പദ്ധതി ഞങ്ങൾ അവിടെ വെച്ച് ഉപേക്ഷിച്ചു. അല്പസമയത്തിന് ശേഷം ആനയുടെ ഉച്ചത്തിലുള്ള അലർച്ചകൾ ഞങ്ങൾ കേട്ടിരുന്നു. അവൻ എപ്പോഴോ വനമിറങ്ങി കഗോരി ഗ്രാമത്തിന് അരികിലുള്ള നെൽവയലുകളിലേക്ക് ഇറങ്ങിയിരുന്നു.
അവിടെ ഉണ്ടായിരുന്ന മച്ചാനുകളെല്ലാം ചവിട്ടി തകർത്തിരുന്നു. നെൽവയലുകളുടെ വരമ്പുകൾ ചവിട്ടി മെതിച്ചിരുന്നു. ശബ്ദ കോലാഹലങ്ങൾ വ്യക്തമായി തന്നെ ഞങ്ങൾ കേട്ടു. എന്നാൽ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. കുറച്ച് സമയം കൂടി ഞങ്ങൾ അവിടെ ചെലവഴിച്ച ശേഷം ജുനാവാനയിലേക്ക് ഞങ്ങൾ തിരികെ മടങ്ങി. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും രാത്രിയായി കഴിഞ്ഞിരുന്നു. കൂടെ ഉണ്ടായിരുന്നവരോട് ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ വരുമ്പോഴേക്കും അവിടെ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്യണമെന്ന്. വേട്ട തുടങ്ങുന്നത് മുതൽ എല്ലാവർക്കും തടസ്സമില്ലാതെ നല്ല ഉറക്കം കിട്ടുവാൻ വേണ്ടി കഴിയുന്നതും സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അവർ ക്യാമ്പ് തയ്യാറാക്കിയിരുന്നത് ഗ്രാമത്തിൽ നിന്നും മാറി ഒഴിഞ്ഞ വിശാലമായ തുറസായ ഒരു സ്ഥലത്താണ്. നമ്മൾ വേട്ടയാടുവാൻ വന്ന ശത്രു അടുത്ത വനത്തിലുണ്ട് എന്ന് അറിഞ്ഞിട്ടും യാതൊരു കൂസലുമില്ലാതെ അവർ അവിടെ തന്നെ എന്തിനാണ് ക്യാമ്പ് പണിതതെന്ന് എനിക്കറിയില്ല. അതെന്നെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. ഇപ്പോൾ ക്യാമ്പ് നിൽക്കുന്നത് ഗ്രാമത്തിൽ നിന്നും അല്പം മാറിയുള്ള ഒരു കുന്നിൻ്റെ ചരിവിലാണ്. ആ കുന്നിൻ ചരിവ് മുഴുവൻ മാവ് നട്ട് വളർത്തിയ ഒരു തോട്ടമാണ്. ആ തോട്ടത്തിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ആ വലിയ ടെൻറ്റ് നിൽക്കുന്നത്. ആ ടെൻറ്റിന് സമീപത്തായി അവിടുത്തെ ആളുകളും മറ്റും ഇരിപ്പുണ്ട്. അവർ അതിന് നടുവിലായി വലിയ തീയും കൂട്ടി. ആന വരികയാണെങ്കിൽ ആദ്യം വന്നെത്തുക നമ്മളുടെ ഈ ടെൻറ്റിലേക്കാണെന്നും അത് നശിപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും എന്തിനാണ് അവർ അവിടെ ടെൻ്റ് അടിച്ചതെന്ന് എനിക്കറിയില്ല. കുറച്ചുപേർ ടെൻറ്റിന് കാവൽ നിന്നു. ഞങ്ങൾ രാത്രിയിൽ ടെൻറ്റിനകത്ത് കിടന്ന് സുഖമായി ഉറങ്ങി. ആനയുടെ എന്തെങ്കിലും സാന്നിധ്യം അറിഞ്ഞാൽ ഉടനെ തന്നെ വിളിക്കണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ടെൻറ്റിൽ കിടന്ന് ഉറങ്ങിയത്. ഏകദേശം 9 മണിയോടെ എനിക്കായി ഒരുക്കിയിരുന്ന വൈക്കോൽ കട്ടിലിൽ ഞങ്ങൾ കിടന്നു. ചെറുതായി ഒന്ന് മയങ്ങി. അത് ലഘുവായ ഒരു ഉറക്കമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ കൂട്ടിയിട്ട തീയുടെ മുന്നിൽ കുറച്ച് നാട്ടുകാർ ഇരിക്കുന്നതും അവർ പരസ്പരം സംസാരിക്കുന്നതും എനിക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് നല്ല ഉറക്കമൊന്നും വരുന്നില്ല എന്ന് അതിൽ നിന്നും എനിക്ക് മനസ്സിലായി. കാര്യമാക്കാതെ ഞാൻ വീണ്ടും കിടന്നുറങ്ങി. പിന്നീട് രാവിലെ 2 മണിയോടെ ഞാൻ വീണ്ടും ഉണർന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കാവൽക്കാരൻ പറയുന്നത് ഞാൻ കേട്ടു. അരേ മനോഹർ സിംഗ്, നിങ്ങളത് കേട്ടോ? മനോഹർ സിംഗ് പറഞ്ഞു. എന്താണ്? അവിടെ എന്തോ അനങ്ങുന്നത് കേൾക്കുന്നു, എന്തോ തകർക്കുന്നത് കേൾക്കുന്നു. ആന വന്നു എന്നാണ് തോന്നുന്നത്. പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല. ഒരു കാവൽക്കാരൻ വളരെ വേഗം എൻ്റെ ക്യാമ്പിനുള്ളിലേക്ക് വരികയും ഞങ്ങളെ എല്ലാവരെയും ഉണർത്തുകയും ചെയ്തു. സാഹിബ്, സാഹിബ്, ആന ഇവിടേക്ക് വരുന്നുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞു വാ കൂട്ടുന്നതിന് മുന്നേ ഞങ്ങൾ എഴുന്നേറ്റ ഉടനെ തന്നെ ഞങ്ങളുടെ മൂവരുടെ കയ്യിലും തോക്കുകൾ പിടിച്ചിരുന്നു. ഒരു പ്രത്യാക്രമണത്തിന് തയ്യാറെടുത്തുകൊണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എഴുന്നേറ്റ് നിന്നത്. ഞങ്ങളുടെ ക്യാമ്പിൽ നിന്നും അങ്ങ് ദൂരെ ഇരുട്ടിൽ എവിടെയോ ആനയുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൻ മുരളുന്നതിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയുമായിരുന്നു. അവൻ എന്തോ അവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നശിപ്പിക്കുന്നതിന് മുന്നെയാണ് ഈ ശബ്ദം അവൻ പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ആ കട്ടിപിടിച്ച രാത്രിയിൽ, ഞങ്ങൾക്ക് ചുറ്റും ഇരുട്ട് നിറഞ്ഞ ആ രാത്രിയിൽ ആന നിൽക്കുന്ന പ്രദേശം ഒന്നും കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കൃത്യമായി അവൻ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചില്ല. അപ്പോൾ പിന്നെ അവൻ എന്താണ് നശിപ്പിക്കുന്നതെന്ന് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കുവാനാണ്? മനുഷ്യൻ്റെയോ മറ്റു മൃഗങ്ങളുടെയോ ശബ്ദമൊന്നും അവിടെ ഉയർന്നു കേൾക്കുന്നില്ല. ഞങ്ങളുടെ ക്യാമ്പ് ഇപ്പോൾ നിശ്ചലമായി. യാതൊരു ചലനങ്ങളോ ശബ്ദങ്ങളോ ഒന്നുമില്ല. മരണതുല്യമായ നിശബ്ദത. ഇനിയും ഏത് നിമിഷവും ആന, അവൻ ഞങ്ങളുടെ ക്യാമ്പിനെയും ആക്രമിച്ചേക്കാമെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു അവിടുത്തെ ആളുകൾ. ഏതു നിമിഷവും അവൻ കടന്നു വരുമെന്നും അവിടെ നേരെ നിറയൊഴിക്കണമെന്നും കരുതി ഞങ്ങൾ അവിടെ തന്നെ അവന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ ആനയുടെ മുരൾച്ചയും അവസാനിച്ചു. എന്നിട്ടും ഞങ്ങളുടെ ക്യാമ്പ് സജ്ജമായില്ല. തികഞ്ഞ നിശബ്ദത മാത്രമായിരുന്നു അവിടെ. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് കാണണം. ലോറാങ്കയിലെ ഗ്രാമ കാവൽക്കാരൻ ഞങ്ങളുടെ ക്യാമ്പിലേക്ക് ഇഴഞ്ഞെത്തി. അയാൾ ഞങ്ങളുടെ ക്യാമ്പിലേക്ക് പതിയെ നുഴഞ്ഞു കയറി. അയാളുടെ മുഖഭാവവും ശരീരഭാഷയിൽ നിന്നും വളരെ വ്യക്തമായിരുന്നു അയാളെ ഭയം പിടികൂടിയിരുന്നു എന്ന്. അയാൾ നിന്ന് വിറയ്ക്കുകയാണ്. അയാൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞു. ആന ഞങ്ങളുടെ ഗ്രാമത്തിന് സമീപത്തു കൂടി നടന്നു പോകുമ്പോൾ അവൻ അവൻ്റെ ഇടതും വലുതുമുള്ള വീടുകൾ അപ്പിടി തകർത്ത് കളഞ്ഞു. വലിയ നാശങ്ങളാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ അവൻ ഉണ്ടാക്കിയത്. എന്നാൽ അവിടെ നിന്നും അവൻ എങ്ങോട്ടാണ് പോയതെന്ന് ഞങ്ങൾക്കറിയില്ല സാഹിബ്. അതിനുശേഷം വീണ്ടും രംഗം ശാന്തമായി. എല്ലാവരും അവരുടെ ഇടങ്ങളിലേക്ക് പോയി ഉറങ്ങുവാൻ തുടങ്ങി.
കിഴക്കൻ ചക്രവാളത്തിൽ വെള്ള കയറിയ സമയത്തേക്ക് ഞങ്ങളുടെ ക്യാമ്പിനുള്ളിലേക്ക് കാവൽക്കാർ ഓടിയെത്തി. ഞങ്ങളെ പതിയെ തട്ടി ഉണർത്തി. ഒരു ഭയം നിറഞ്ഞ പേടി കലർന്ന സ്വരത്തിൽ അവർ പറഞ്ഞു, സാഹിബ് സാഹിബ് വളരെ വേഗം എഴുന്നേക്ക്, ആന വരുന്നുണ്ട്, ആന വരുന്നുണ്ട് എന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ ചാടി എഴുന്നേറ്റു, റൈഫിലുകൾ കയ്യിലേന്തി. ഞങ്ങളപ്പോൾ ധരിച്ചിരുന്നത് ഒരു വെള്ള പൈജാമയായിരുന്നു. നഗ്നപാതരായി ഞങ്ങൾ പുറത്തേക്കോടി. കൂടാരത്തിന് പുറത്തേക്ക് ഞങ്ങൾ കിഴക്കുഭാഗത്തേക്ക് അഭിമുഖമായി ഇരുന്നു. അപ്പോൾ അവിടെ കാവൽ നിന്ന കാവൽക്കാരൻ പറഞ്ഞു, അതാ അതാ ആന നമ്മുടെ ക്യാമ്പിന് നേരെ പതിയെ നടന്നടുക്കുകയാണ് സാഹിബ്. ഞാൻ പതിയെ അവിടേക്ക് നോക്കി. സൂര്യന്റെ പ്രകാശം പൂർണ്ണമായും ഭൂമിയിലേക്ക് പതിച്ചിരുന്നില്ല. മങ്ങിയ വെളിച്ചം മാത്രമേ ആ സമയം ഉണ്ടായിരുന്നുള്ളൂ. വെള്ള കീറി വരുന്ന സമയത്തെപ്പറ്റി നിങ്ങൾക്കറിയില്ലേ? നേരം പുലർന്നു വരുന്ന ആ സമയം ഞാൻ സൂക്ഷിച്ചു നോക്കി. വലിയ അസാമാന്യ വലിപ്പമുള്ള ഒരു കറുത്ത ഇരുണ്ട രൂപം മെല്ലെ മെല്ലെ ഞങ്ങളുടെ ക്യാമ്പിനെ ലക്ഷ്യമാക്കി നടന്നു വരികയാണ്. ഞാൻ ചിന്തിച്ചു, ഇനി എന്താണ് അവൻ ചെയ്യാൻ പോകുന്നത്? ഇനിയും അവൻ ഞങ്ങളുടെ ക്യാമ്പിനെ ആക്രമിക്കുമോ? അതോ സാധുവായ അവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന പിടിയാനയ്ക്ക് സമീപത്തേക്ക് അവൻ പോകുമോ? ഞാൻ എൻ്റെ കണ്ണുകൾ ചുറ്റുപാടും ഓടിച്ചു. ആ പിടിയാനയെ എങ്ങും കാണുവാനുണ്ടായിരുന്നില്ല. ഞാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു, കുട്ട ആന എവിടെയാണ്? മരങ്ങളിൽ നിന്നൊരു ശബ്ദം മറുപടി നൽകി, ആർക്കും അറിയില്ല. അർദ്ധരാത്രിയിൽ അലാറം മുഴങ്ങിയപ്പോൾ മഹൂട്ട് അവളെ അഴിച്ചുവിട്ടു. മരങ്ങളിലൊന്നിൽ അവൻ കയറിയിരിക്കുകയും ചെയ്തു. എവിടെയാണ് ഇപ്പോഴെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. ഞാൻ ഉടനെ നെയിലിനോട് പറഞ്ഞു, തിരിഞ്ഞു നിന്ന് വെടിവെക്കരുത്. അത് ചിലപ്പോൾ നമ്മുടെ പിടിയാനെ ആയിരിക്കാം. അവനെ അടുത്തു വരാൻ അനുവദിക്കൂ. ആ ഭീകരനെ അടുത്തു വരുവാൻ അവർ അനുവദിച്ചു. ഏകദേശം 20 വാര അകലെ എത്തിയപ്പോഴും യാതൊരു ആക്രമണ ലക്ഷണങ്ങളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതോടെ അത് അവരുടെ ക്യാമ്പിൽ നിന്നും അഴിഞ്ഞുപോയ പിടിയാനയാണെന്ന് അവർ ഉറപ്പുവരുത്തി. അത് ശത്രുവല്ല, സുഹൃത്താണെന്ന് തിരിച്ചറിഞ്ഞു. പതിയെ ആനയെ തളച്ച ശേഷം മരത്തിന് മുകളിൽ കയറിയിരുന്ന മഹൂട്ടിനെ പതിയെ കയറുകളും മറ്റും ഉപയോഗിച്ച് താഴേക്കിറക്കി. നല്ലപോലെ പുലർന്ന സമയത്ത് സായാഹ്നത്തിൽ സംഭവിച്ച വിവരങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി ഞാൻ ആളുകളെ അയച്ചു. ഞങ്ങളുടെ ആളുകൾക്ക് പ്രഭാത ഭക്ഷണം കഴിക്കുവാനും മറ്റൊരു ദിവസത്തെ കഠിനാധ്വാനത്തിന് തയ്യാറെടുക്കുവാനും അവസരം നൽകി. എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് സംഭവിച്ചതെന്ന് കണക്കാക്കുവാൻ വേണ്ടി ഞാനും എൻ്റെ സുഹൃത്തും ലോറാങ്കയിലേക്ക് നടന്നു. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് വ്യാപകമായ നാശനഷ്ടമായിരുന്നു ഞങ്ങളുടെ കണ്ണുകൾക്ക് അവിടെ തെളിഞ്ഞു കാണുവാൻ സാധിച്ചത്. ആ മൃഗം അക്ഷരാർത്ഥത്തിൽ ഗ്രാമത്തിലൂടെ നേരെ നടന്നു പോകുകയായിരുന്നു. എന്നാൽ റോഡുകളിലൂടെയും പാതകളിലൂടെയും ആയിരുന്നില്ല അവൻ നടന്നു പോയത്. മറിച്ച് തോട്ടങ്ങളിലൂടെയും വീടുകൾക്ക് സമീപത്തുകൂടിയും വേലികൾക്കിടയിലൂടെയും എല്ലാമായിരുന്നു. അവൻ്റെ പോകുന്ന ഇരുവശങ്ങളിലെയും വീടുകളും തോട്ടങ്ങളും വേലികളുമെല്ലാം അവൻ പൂർണ്ണമായും അടിച്ചു തകർത്തു. ഞങ്ങൾ അവിടെ നടന്ന സംഭവങ്ങൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഞങ്ങൾ ആനയെപ്പറ്റി നിരീക്ഷിക്കുവാൻ പറഞ്ഞുവിട്ട ആളുകൾ അവിടേക്ക് റിപ്പോർട്ടുമായി എത്തി. അവരുടെ നിരീക്ഷണ വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചു. പുലർച്ചയോടെ ആന കിഴക്ക് ഏകദേശം 4 മൈൽ അകലെയുള്ള കോസ്മാരിയിലെ കാടുകളിലേക്ക് പോയി മറഞ്ഞു എന്ന വിവരമായിരുന്നു ഞങ്ങൾക്ക് അവർ കൊണ്ടുതന്നത്. അവിടുത്തെ ഗ്രാമത്തിലെ ആളുകളെ അവൻ ഓടിക്കുകയും വിരട്ടുകയും ചെയ്തു. അതുമാത്രമല്ല, അവൻ കോസംദോഹയ്ക്ക് അടുത്തുകൂടി കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗ്രാമത്തിൻ്റെ കാവൽക്കാരനെ ഏറെ ദൂരം കൊല്ലുവാൻ വേണ്ടി പിന്തുടർന്നുവെന്നും അയാൾ ഭയം കൊണ്ട് എവിടേക്കോ ഓടി മറഞ്ഞുവെന്നും അവിടുത്തെ ആളുകൾ പറഞ്ഞു. നാശനഷ്ടം, വീടുകൾ തകർക്കൽ, ആളുകളെ പിന്തുടരൽ, അവരുടെ ധാന്യശേഖരണങ്ങൾ നശിപ്പിക്കൽ, ഇങ്ങനെയായിരുന്നു കാര്യങ്ങൾ. ഞങ്ങൾ രാവിലെ 10 മണിയോടെ കോസ്മാരിയിലെ എത്തിച്ചേർന്നു. ആ ഗ്രാമത്തിലെ ആളുകൾ ഞങ്ങളെ സ്വീകരിക്കുവാൻ വേണ്ടി അവിടേക്ക് ഓടിയെത്തിയിരുന്നു. എന്നാൽ ഞങ്ങൾ കടന്നു പോകുന്ന മറ്റ് ഗ്രാമങ്ങളിലെ ആളുകൾ ആരും തന്നെ അവരുടെ വീടുകളിൽ നിന്നും പോലും പുറത്തിറങ്ങുവാൻ കൂട്ടാക്കിയില്ല. തീവ്രമായ ഉത്കണ്ഠയും ഭയവുമായിരിക്കാം അതിന് കാരണം. ഞങ്ങൾ കോസ്മാരിൽ എത്തിച്ചേർന്നപ്പോൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത് തകർക്കപ്പെട്ട വീടുകൾ, ഭാഗികമായി കത്തി നശിച്ച തടികൾ, ആന ചിതറിച്ച മെതിക്കാത്ത ധാന്യങ്ങൾ, ഇവയെല്ലാം ഞങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിച്ചു. അവിടുത്തെ ആളുകൾ ഓരോന്നും ഞങ്ങളെ കൊണ്ട് കാണിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. അതുമാത്രമല്ല, അവിടുത്തെ ആളുകൾക്ക് സംഭവിച്ച അപകടങ്ങളെപ്പറ്റിയും അവർ തലനാഴികയ്ക്ക് രക്ഷപ്പെട്ട കാര്യങ്ങളും ഞങ്ങളുമായി പങ്കുവച്ചു. അവരുടെ കഥകൾ കേൾക്കാൻ ഞങ്ങൾക്കപ്പോൾ സമയമുണ്ടായിരുന്നില്ല. കാരണം ആനയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം ഇതാണ്, പ്രവർത്തനത്തിനുള്ള കൃത്യമായ സമയം. അവൻ സാധാരണയായി വൈകുന്നേരം 5 മണിയോ അല്ലെങ്കിൽ 4 മണിക്കോ അവൻ്റെ പ്രവർത്തനം തുടങ്ങും.
അതായത് അവൻ്റെ ആക്രമണ പരമ്പരകൾ. ഗ്രാമങ്ങളിലോ വയലുകളിലോ അവൻ ഇറങ്ങുകയും അവൻ്റെ ആക്രമണ പരമ്പരകൾ തുടരുകയും ചെയ്യും. അതിനുശേഷം രാവിലെ 6 or 7 മണി വരെ അത് തുടരുകയും പിന്നീട് അവൻ കാട്ടിലേക്ക് പിൻവാങ്ങുകയും ചെയ്യും. പിന്നെ അവൻ കാട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ച് ഏകദേശം ഉച്ചയോടെ അവൻ എവിടെയെങ്കിലും വിശ്രമിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുകയോ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ വനത്തിലൂടെ അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഇത്രയും നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. ആനയെ വേട്ടയാടുവാനുള്ള പല മാർഗങ്ങളും ഞങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ അവ ഇങ്ങനെയെല്ലാം ആയിരുന്നു. ഒരു പെണ്ണാനയെ ഒരു മരത്തിൽ കെട്ടിയിടുക, ആ മരത്തിന് മുകളിൽ അവന് വേണ്ടി കാത്തിരിക്കുക. അല്ലെങ്കിൽ ഡ്രമ്മുകളും മറ്റ് വാദ്യോപകരണങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വനത്തിലേക്ക് പോകുക. തോക്കുകളുടെയും ഡ്രമ്മുകളുടെയും എല്ലാം അകമ്പടിയോടെ തന്നെ ശബ്ദം വെച്ചുകൊണ്ട് അവനെ വനത്തിൽ നിന്നും പുറത്തേക്ക് ഓടിച്ചു വിടുക, കുതിരപ്പുറത്ത് പിന്തുടരുക. എന്നാൽ ഞങ്ങൾ തിരഞ്ഞെടുത്ത വഴി ഇതായിരുന്നു. ഉച്ചയ്ക്ക് അവൻ വിശ്രമിക്കുന്ന സമയത്ത് പൂർണ്ണ നിശബ്ദതയിൽ അവൻ അവൻ്റെ അരികിലേക്ക് എത്തിച്ചേരുക, കാറ്റിൻ്റെ ഗതിയും മറ്റും നിരീക്ഷിക്കുക, സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് അവൻ ഞങ്ങളെ കാണുന്നതിന് മുന്നേ തന്നെ അവൻ്റെ അരികിലേക്ക് എത്തിച്ചേരുക, അവനെ കണ്ടുമുട്ടുക, അതിനുശേഷം അവനെ വെടിയുതിർത്ത് കൊല്ലുക. ഇതായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്ന ഞങ്ങളുടെ പദ്ധതി. അതനുസരിച്ച് മുന്നിലേക്ക് പോകുവാനായിരുന്നു ഞാനും എൻ്റെ സുഹൃത്തും തീരുമാനിച്ചതും. ആ തീരുമാനത്തിൽ അവൻ്റെ പുതുതായി അവിടെ കണ്ടെത്തിയ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് അവൻ ഉച്ചസമയത്ത് ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന ആ സമയത്ത്, ആ മുഹൂർത്തത്തിൽ അവനെ അവിടെ വെച്ച് കണ്ടെത്താൻ കഴിയും എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ യാത്ര തുടങ്ങി. അവൻ്റെ പുതുതായി കണ്ട കാൽപ്പാടുകൾ നീണ്ടുപോകുന്നത് അരുവിയുടെ വശത്തുകൂടിയാണ് മുകളിലേക്ക്. അങ്ങനെയുള്ള അരുവിയുടെ ഇരുവശവും വലിയ നീളമേറിയ പുല്ലുകളും കുറ്റിക്കാടുകളാലും നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അത് പിന്തുടർന്നെത്തി. അവൻ്റെ അവസാന കാൽപ്പാടുകളും അങ്ങനെ കണ്ടെത്തി. പിന്നീട് അത് കടന്നു പോകുന്നത് നീളമേറിയ പുല്ലുകൾക്കിടയിലൂടെ മുകളിലേക്കാണ്. അങ്ങനെ ആ പാത കയറിപ്പോകുന്നിടത്ത് എത്തിയപ്പോൾ ട്രാക്കർമാർ ഞങ്ങളെ ഒന്ന് നോക്കുകയും ആന കയറിപ്പോയിരിക്കുന്ന പാത കാട്ടിത്തരികയും ചെയ്തു. ആ പാത ഇപ്പോൾ കടന്നു പോകുന്നത് നീളമേറിയ പുല്ലുകൾക്കിടയിലൂടെ കുറ്റിക്കാടുകൾക്കിടയിലൂടെ നേരെയാണ്. ആ പാത ചൂണ്ടിക്കാണിച്ചിട്ട് അതുവഴി പോകുവാൻ ഞങ്ങളോട് പറഞ്ഞു. ഇനിയും എങ്ങനെ വേണം മുന്നോട്ട് പോകേണ്ടത്, ആനയെ എങ്ങനെ വേണം പിന്തുടരേണ്ടത് എന്ന ചിന്തകളിലായിരുന്നു ഞങ്ങൾ. ഇനിയും മുന്നിലേക്കുള്ള യാത്ര അതിസാഹസികത നിറഞ്ഞ യാത്രയാണ്. ഏതു നിമിഷവും ശത്രു നമ്മുടെ മുന്നിലേക്ക് വന്നേക്കാം. കൂട്ടത്തിലെ ആരെയെങ്കിലും അവൻ കൊണ്ടുപോയേക്കാം. അവനിപ്പോൾ വനത്തിൽ ഉറങ്ങുകയാണോ അല്ലെങ്കിൽ അലഞ്ഞു നടക്കുകയാണോ എന്നൊന്നും അറിയില്ല. ഇനിയും മുന്നോട്ടുള്ള യാത്ര അതിസാഹസികത നിറഞ്ഞ യാത്രയാണ്. ഞങ്ങൾക്കൊപ്പം വനത്തിലേക്ക് കൊണ്ടുവന്ന വളർത്താനയായ പിടിയാനയുടെ ശരീരത്തിൽ നിന്നും എല്ലാ അലങ്കാരങ്ങളും അഴിച്ചുമാറ്റി കഴുത്തിന് ചുറ്റും ഒരു വലിയ കയർ കൊണ്ട് കെട്ടി. അത് വാലിനടിയിലൂടെ വീണ്ടും എടുത്ത് ഒന്നുകൂടി കെട്ടി. ആവശ്യം വന്നാൽ ഏതു ദിശയിൽ നിന്നും അതിൻ്റെ മുകളിലേക്കും താഴേക്കും ഇറങ്ങുവാൻ പാകത്തിനായിരുന്നു ആ കയറുകൾ അവളുടെ ശരീരത്ത് കെട്ടി നിർത്തിയത്. അതിനു പുറമെ ആനയെ നയിക്കുന്ന ആൾക്ക് അതിന് പുറത്ത് നല്ലപോലെ പിടിച്ചിരിക്കുവാനും ആ കയർ സഹായിക്കും. ഞങ്ങൾ ട്രാക്ക് ചെയ്ത് മുന്നിലേക്ക് പോകുന്ന കാട്ടാന ഇനി ഒരു പക്ഷെ ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണം അഴിച്ചുവിട്ടാൽ സൗകര്യപൂർവ്വം ആനയുടെ പുറത്ത് പിടിച്ചിരുന്നു കൊണ്ട് തന്നെ അവിടെ നേരെ നിറയൊഴിക്കുവാനും സാധിക്കും. പിടിയാനയെ കൊണ്ട് മുന്നിലേക്ക് പോകുവാൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനമെടുത്തു. അതുമൂലം കാട്ടാനയെ വളരെ വേഗം തന്നെ ഇവളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തി. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന അരുവിയുടെ അരികിൽ നിന്നും കുറച്ച് പുറകോട്ട് പോയാൽ ഒരു ചെറിയ 2 വീട് കാണുവാൻ സാധിക്കും. ഏതോ ആദിവാസി വർഗത്തിൽപ്പെട്ടവരുടെ വീടുകളാണവ. ഞങ്ങൾ പതിയെ അത് ലക്ഷ്യമാക്കി അങ്ങോട്ട് സഞ്ചരിച്ചു. അവിടെ ഞങ്ങൾ എത്തിയതും ഞങ്ങൾക്കൊപ്പം കൊണ്ടുവന്ന കുതിരകളെ അവിടെ കെട്ടിയിട്ടു. അവരുടെ അനുവാദം നേടി. ഞങ്ങൾ കൈവശം കൊണ്ടുവന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം തന്നെ അവിടെ വെച്ചു. പിന്നീട് ഞങ്ങൾ ലക്ഷ്യം വെച്ച ആ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ മുന്നിലായി ഞങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് 2 കുന്തങ്ങളേന്തിയ 2 ബൈക്കുകളാണ്. അവരുടെ പേര് ഭക്തും ഗൗരറും. അവരാണ് ഞങ്ങളെ നയിച്ചുകൊണ്ട് മുന്നിൽ നടക്കുന്നത്. അവർക്ക് പിന്നിലായി ഞാനും നെയ്ലറും. ഞങ്ങൾക്ക് പിന്നിൽ ഞങ്ങളുടെ 2ാമത്തെ തോക്കുകൾ കൈവശം വെച്ചിരിക്കുന്ന 2 സഹായികൾ, മനോഹർ സിംഗും പിന്നെ സുക്ലക് സിംഗും. അതിനു പിന്നാലെ പോലീസ് മസ്കറ്റുമായി ഒരു പോലീസുകാരൻ. അയാൾക്ക് പിന്നാലെ 2 ബൈക്കുകൾ. ഇനിയും ഒരു പക്ഷേ ഞങ്ങൾ ആനയുടെ പിടിയിൽ പെട്ടാൽ, കുടുങ്ങിയാൽ അവന്റെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി എൻ്റെ 5 നായ്ക്കൾ, അവരെ കൈകാര്യം ചെയ്തു കൊണ്ടുവരുന്ന 2 സഹായികൾ. അവർക്ക് പിന്നിലാണ് ഞങ്ങളുടെ വളർത്താന, ആ പിടിയാന. ആനയ്ക്കും പിന്നിൽ 2 ബാഗുകൾ കൂടി. അങ്ങനെ ഞങ്ങൾ ഏകദേശം 12-13 പേർ
അവന്റെ ട്രാക്കുകൾ പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മുന്നേ പറഞ്ഞ അരുവിയുടെ തീരത്തെത്തിയപ്പോഴേക്കും ആനയെ നയിച്ചു കൊണ്ടുവരുന്ന അവന് മുന്നിലേക്ക് ആനയെ നയിച്ചുകൊണ്ട് ആ പാത പിന്തുടർന്നു വരുവാൻ വിസമ്മതിച്ചു. കുറേ സമയം പല കാര്യങ്ങളും പറഞ്ഞ് അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ നോക്കി ഞങ്ങൾക്കൊപ്പം കൊണ്ടുവരാൻ നോക്കിയെങ്കിലും എല്ലാത്തിനും അവൻ വിസമ്മതിച്ചു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഭയമായിരുന്നു അതിന് പിന്നിൽ. അവസാനം ഞാൻ അവനെ ഒരു വിരട്ടി. അവനെ ആനയുടെ പുറത്തു നിന്നും വലിച്ചു താഴെയിട്ടു. അവന്റെ നെഞ്ചിലേക്ക് ഞാൻ എൻ്റെ തോക്ക് ചൂണ്ടി നിന്നു. ഇനിയും നീ കൂടുതൽ സംസാരിച്ചാൽ ഇതിന്റെ കാഞ്ചി വലിക്കുമെന്ന് ഞാൻ അവനെ ഭീഷണിപ്പെടുത്തി. അവനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് അവൻ മുന്നിലേക്ക് ഞങ്ങൾക്കൊപ്പം വരാമെന്ന്, ആനയെ തെളിച്ചുകൊണ്ട് വരാമെന്ന് സമ്മതിച്ചത്. അതുമാത്രമല്ല, ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന റുപ്പ എന്ന ഒരു ബൈഗ ഞങ്ങൾക്ക് ആന പോകുന്ന വഴി കാട്ടിത്തരാമെന്നും പറഞ്ഞു. അയാൾ മുന്നിലേക്ക് കടന്നു വന്നു. അങ്ങനെ പതിയെ ഞങ്ങൾ അയാളുടെ ചുവട് പറ്റി മുന്നിലേക്ക് പതിയെ നീങ്ങി. ആനയുടെ സാന്നിധ്യം മുന്നിലേക്ക് നീങ്ങുന്തോറും വല്ലാതെ ഞങ്ങളെ പിന്തുടരുന്നതായി ഞങ്ങൾക്ക് തോന്നി. ആന ഞങ്ങളിൽ നിന്നും അധികം ദൂരമല്ലാതെ എവിടെയോ ഇരിക്കുന്നുണ്ട് എന്ന് ഒരു ബോധം ഞങ്ങളിലുണ്ടായി. മറ്റുള്ളവരിലേക്ക് അത് ഭയം പകർന്നു നൽകുകയും ചെയ്തു. ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാതയുടെ ഇരുവശവും വളർന്നു നിൽക്കുന്ന പുല്ലുകളും പൊന്തക്കാടുകളുമെല്ലാം ഞങ്ങൾക്ക് മുകളിൽ വളർന്നു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി ആനയുടെ ഒരു ആക്രമണം ഏത് ദിശയിൽ നിന്നും ഉണ്ടാകുമെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അതിനിയും ഏത് നിമിഷവും ഞങ്ങൾക്ക് നേരെ ഉണ്ടായേക്കാം. ഞങ്ങളിപ്പോൾ പിന്തുടർന്നുകൊണ്ട് പോകുന്ന പാത അവൻ പോയിരിക്കുന്ന പാതയാണ്. എന്നാൽ അവന് വേണമെങ്കിൽ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾക്ക് പിന്നിലെത്തി ഞങ്ങളെ പിന്നിൽ നിന്നും ആക്രമിച്ചേക്കാം. ആ ഒരു ബോധ്യവും ഞങ്ങൾക്കുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾക്കൊപ്പം അവിടെ വരുന്നവരോട് ഞങ്ങൾ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആവശ്യമില്ലാതെ സംസാരിക്കരുതെന്നും മറ്റൊച്ചകളൊന്നും ഉണ്ടാക്കരുതെന്നും, ആനയുടെ സാന്നിധ്യം കിട്ടുകയോ അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ ശബ്ദമെടുക്കാവൂ എന്ന് ഞാൻ അവരോട് ചട്ടം കിട്ടിയിരുന്നു. അങ്ങനെ ആനയുടെ ട്രാക്കുകൾ ഞങ്ങൾ കണ്ടെത്തി, പുതുതായി വീണവ. അവ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ പാതയിലേക്ക് പ്രവേശിക്കുകയും അതിനെ പിന്തുടർന്ന് മുന്നിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു. ഞങ്ങൾ ആ പാത പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് സഞ്ചരിച്ചു. ഏകദേശം 200 അല്ലെങ്കിൽ 300 വാര ദൂരത്തിൽ ആ വലിയ ആനയെ കണ്ടെത്തി. ഒരു വലിയ മരത്തിൽ നിന്നും ഏകദേശം 40 വാര അകലെയായിരുന്നു അവനുണ്ടായിരുന്നത്. അവന്റെ പിൻഭാഗം ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞ അവസ്ഥയിലായിരുന്നു. അതായത് അവൻ തിരിഞ്ഞു നിൽക്കുകയാണ്. അവന്റെ തല ഞങ്ങൾക്ക് എതിർദിശയിലാണ്. എങ്കിലും അവന്റെ ചെവി ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പതിയെ എൻ്റെ റൈഫിൾ ഉയർത്തുകയും ഒരു വെടി പൊട്ടിക്കുകയും ചെയ്തു. എന്നാൽ ലക്ഷ്യം കാണുവാൻ ആ തിരക്ക് സാധിച്ചില്ല. വലിയൊരു ശബ്ദം ആ കാടിനെ പിടിച്ചു കുലുക്കി, പ്രകമ്പനം കൊള്ളിച്ചു. വെടിയുടെ ഒച്ച ആനയെ ഭയപ്പെടുത്തി കാണണം. അവൻ പാഞ്ഞു പോകുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ വിടാതെ അവനെ പിന്തുടർന്ന് അവന് പിന്നാലെ ഓടി. എന്നാൽ അവന്റെ വേഗത്തെ തോൽപ്പിക്കുന്ന വേഗത കൈവരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നത്തെ ദിവസം ഇനിയൊരു അവസരം ഉണ്ടാകില്ല എന്ന് പോലും ഞങ്ങൾക്ക് തോന്നി. അങ്ങനെയാണ് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടങ്ങിയത്. അത്രയും വേഗത്തിലായിരുന്നു ആ കാട്ടാന ആ വനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മുന്നിലേക്ക് യാത്ര ചെയ്തത്. അങ്ങനെ യാതൊരു പ്രതീക്ഷകളുമില്ലാതെ ഞങ്ങൾ മുന്നിലേക്ക് സഞ്ചരിക്കുന്ന കൂട്ടത്തിലാണ് വീണുകിട്ടി മറ്റൊരവസരം കൂടി ഞങ്ങൾക്ക് മുന്നിൽ തുറന്നിട്ടത്. ഇപ്രാവശ്യവും അവനെ കാണുമ്പോൾ അവന്റെ വാലുഭാഗം ഞങ്ങൾക്ക് നേരെയായിരുന്നു. എന്നാൽ അവന്റെ ഇടത് ചെവി കൃത്യമായി തന്നെ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവൻ വശം തിരിഞ്ഞ് ഞങ്ങളെ നോക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല. എൻ്റെ റൈഫിൽ ഞാൻ എൻ്റെ തോളിലേക്ക് എടുത്തു വെച്ചു. അവൻ്റെ ഇടത് കാത് ലക്ഷ്യമാക്കി ഞാൻ നിറയൊഴിച്ചു. കൃത്യമായി എൻ്റെ തിര ലക്ഷ്യം കാണുകയും അവൻ്റെ ഇടതുകാതിന് പിന്നിൽ വന്ന് തറയ്ക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ അവനെ വെടിവെച്ച തിരക്ക് അവൻ്റെ ജീവനെടുക്കുവാൻ സാധിച്ചില്ല. അവൻ വീണ്ടും പാഞ്ഞോടി. ഞങ്ങൾ അവൻ്റെ തൊട്ടു പിന്നാലെ കുതിച്ചു പാഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞങ്ങൾ അവന് നേരെ ഒരു ഷോട്ട് എടുക്കുവാൻ വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ അവസാനം ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു വരണ്ട ജലാശയത്തിന്റെ അരികിലായിരുന്നു. ഞങ്ങൾ പതിയെ ആ ജലാശയത്തിലേക്ക് ഇറങ്ങി മുന്നിലേക്ക് നടന്നപ്പോൾ ആ ജലാശയത്തിന് മുന്നിലെ ഉയർന്ന ചരിഞ്ഞ ഭാഗത്ത് ഞങ്ങൾ വീണ്ടും ആ ശത്രുവിനെ കണ്ടു. ഇത്തവണ തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു അവൻ നിന്നിരുന്നത്. ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണം അഴിച്ചുവിടുവാൻ വേണ്ടി അവൻ ആ സമയം കൂട്ടുകയായിരുന്നു. അവൻ്റെ ഇടതുഭാഗം വളരെ കൃത്യമായി തന്നെ നെയിലൊക്കെ കാണുവാൻ സാധിക്കുമായിരുന്നു. പിന്നെ ഒരു നിമിഷം പോലും അയാൾ പാഴാക്കിയില്ല. തൻ്റെ റൈഫിൾ ഉയർത്തുകയും അവൻ്റെ തലയിലേക്ക് നോക്കി ഒരു ഷോട്ട് പായിക്കുകയും ചെയ്തു. അളന്നു കുറിച്ചുള്ള ഷോട്ട് കൃത്യമായി അവൻ്റെ തലയിലേക്ക് വന്ന് തറച്ചു. തൻ്റെ തലയിലേക്ക് തിര വന്ന് തറച്ചു കയറിയതും അതിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ ആന ഒന്ന് ചിഹ്നം വിളിക്കുകയും വട്ടം കറങ്ങുകയും ചെയ്തു. അത് ഞാനൊരു അവസരമായി കണ്ടു.
എനിക്ക് കൃത്യമായി ഇപ്പോൾ ആനയുടെ വലതുവശവും കാണാമായിരുന്നു. അവന്റെ ചെവി ലക്ഷ്യമാക്കി ഞാൻ എൻ്റെ റൈഫിളിന്റെ കുഴൽ ചൂണ്ടുകയും ഒരു തിര പായിക്കുകയും ചെയ്തു. അതും കൃത്യമായി തന്നെ ലക്ഷ്യം കണ്ടു. പാഞ്ഞു വന്ന തിര വന്ന് തറച്ചു കയറിയത് അവന്റെ വലത്തെ ചെവിയുടെ പുറകുവശത്തേക്കായിരുന്നു. അതോടെ ആനയുടെ കഥ അവിടെ തീർന്നു. അവൻ മുന്നിലോട്ടൊന്ന് ആയുകയും അവന്റെ കൊമ്പുകൾ മണ്ണിലേക്ക് ഇടിച്ചിറങ്ങി അവിടെ വീഴുകയും ചെയ്തു. ഒരു മുരൾച്ച മാത്രമായിരുന്നു അവന്റെ ഭാഗത്തു നിന്നും പിന്നീട് ഉയർന്നു കേട്ടത്. അവന്റെ കൊമ്പുകൾ മണ്ണിലേക്ക് വന്ന് തറച്ചു കയറിയതും അവൻ ഒന്ന് മുരണ്ടു എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അത് കേട്ടുകൊണ്ടായിരിക്കണം എൻ്റെ വളർത്താന പിന്നിൽ വല്ലാതെ പരിഭ്രാന്തിപ്പെട്ടത്. അവന്റെ വംശത്തിൽപ്പെട്ടവന്റെ ഒരു മരണനാഥം അവൾ കേട്ടിരിക്കാം. അതവളെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കിയേക്കാം, അല്ലെങ്കിൽ ഭയപ്പെടുത്തിയേക്കാം. അവൾ പിന്തിരിഞ്ഞ് പുറകിലോട്ട് ഓടി. ഒരു പക്ഷേ അവന്റെ മുകളിലിരുന്ന ആനക്കാരനും അതിനെ ഒത്താശ ചെയ്തിരിക്കാം. വീണുകിടക്കുന്ന കൊലയാനയുടെ അരികിലേക്ക് ഞങ്ങൾ കുതിച്ചോടി. ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന പോലീസുകാരൻ അയാളുടെ തോക്കെടുത്ത് ആനയുടെ പുറത്തേക്ക് ചുമ്മാതെ ഒരു വെടി ഉതിർത്തു. എന്നാൽ യാതൊരു പ്രതിഫലനവും അവിടെ ഉണ്ടായില്ല. ആനയുടെ തുമ്പിക്കൈക്ക് ഇപ്പോഴും അനക്കമുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കഥയുടെ തുടക്കത്തിൽ, ഇവിടേക്ക് വരുന്നതിന് മുന്നേ കുന്തം പിടിച്ചുകൊണ്ട് 2 ബായികകൾ ഇവർക്ക് മുന്നിൽ നടന്നു വന്നിരുന്നുവെന്ന്. അവർ അലറി വിളിച്ചുകൊണ്ട് ആനയുടെ അരികിലേക്ക് തന്റെ കുന്തങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓടി. ഈ ദുഷ്ടനായ കൊലയാനയെ ഇപ്പോൾ കുന്തത്തിൽ കുത്തി നിർത്തും എന്ന രീതിയിലായിരുന്നു അവർ ആനയ്ക്കരികിലേക്ക് ഓടിയത്. അവരുടെ കൈവശമുണ്ടായിരുന്ന കുന്തങ്ങൾ എടുത്തുകൊണ്ട് ആനയുടെ തലയ്ക്ക് മുകളിൽ ഉയർത്തുകയും ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ട് അവന്റെ തലയിലേക്ക് കുന്തങ്ങൾ കുത്തിയിറക്കുകയും ചെയ്തു. എന്നാൽ അതും യാതൊരു പ്രതിഫലനവും അവിടെ ഉണ്ടാക്കിയില്ല. കൊലയാന വീണ് കിടക്കുന്നതിൻ്റെ അരികിൽ ഞങ്ങൾ എത്തി. ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. ആഴ്ചകളോളവും മാസങ്ങളോളവും അയൽഗ്രാമങ്ങളെയും മറ്റു പ്രദേശങ്ങളെയും ഭീതിയിലും നിരവധി ആളുകളുടെ ജീവൻ അപഹരിച്ചെടുത്ത കൊലയാന തന്നെയാണോ ഞങ്ങൾക്ക് മുന്നിൽ വീണ് കിടക്കുന്നതെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങൾക്കാവുമായിരുന്നില്ല. എങ്കിലും ഇതുവരെ ഞങ്ങളുടെ പദ്ധതികളും പ്ലാനുകളും വിജയിച്ചിരുന്നു. ഞങ്ങളെ പിടിമുറുക്കിയ ഭയം അകന്നുപോയിരിക്കുന്നു. മനസ്സും ശരീരവുമെല്ലാം അത്യധികം ശാന്തമായതുപോലെ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളുടെ വിജയം അവിടെ ആഘോഷിച്ചു. ഞങ്ങൾ ധരിച്ച തൊപ്പികൾ മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. ഞങ്ങൾക്കൊപ്പം അവിടേക്കെത്തിയ ഭാഗ്യകളുടെ പുറത്ത് തട്ടി അവരെ അഭിനന്ദിച്ചു. അത്യധികം ആനന്ദത്താൽ ഞങ്ങൾ ആർപ്പ് വിളിച്ചു. ഞങ്ങൾ ആനയെ ഒന്ന് പരിശോധിച്ചു. അവൻ തികഞ്ഞ ആരോഗ്യവാനായ ഒരാനയായിരുന്നു. അവന്റെ തൊലിക്ക് നല്ല തിളക്കമുള്ള കറുപ്പ് നിറമാണ്. കൂപ്പിലും മറ്റും പണിയെടുക്കുന്ന നാട്ടാനകളെ പോലെ രോഗാതുരമായ തവിട്ട് നിറമായിരുന്നില്ല. തൊലിക്ക് കീഴിൽ കൊഴുപ്പിന്റെ കട്ടിയായ ഒരു പാളി ഉണ്ടായിരുന്നു. ശരീരം വളരെ വൃത്താകൃതിയിലായിരുന്നു. നാട്ടുകാർ പറഞ്ഞതുപോലെ അവൻ നിലത്ത് കിടക്കുമ്പോൾ മറുവശത്ത് നിൽക്കുന്ന ആളെ ഇപ്പുറത്ത് വശത്ത് നിൽക്കുന്ന ആൾക്ക് കാണുവാൻ സാധിക്കില്ല. അവനെ ഞങ്ങൾ വെടിവച്ചിട്ട സ്ഥലം വനത്തിൽ നിന്നും അധിക ദൂരമായല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തോക്കിൽ നിന്നും ഉയർന്ന അവസാനത്തെ വെടിയൊച്ചയും പുകയും അടങ്ങുന്നതിന് മുന്നേ തന്നെ അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ ആ കൊലയാനയുടെ ശരീരം കാണുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ അത്ഭുതം കാണുവാൻ വേണ്ടി അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവന്റെ ശരീരം കാണുവാൻ വേണ്ടി ഏകദേശം 2-3 ദിവസം വരെയും ആ ജനത്തിന്റെ ഒഴുക്ക് അവിടെ തുടർന്നു നിന്നു. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് വിടുമ്പോഴും അവിടേക്ക് ആളുകൾ ആ ജീവിയെ കാണുവാൻ വേണ്ടി, മിച്ചം വന്ന അവശിഷ്ടം പോലും കാണുവാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുന്നവരെ പലരെയും ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അവിടേക്ക് ജനങ്ങൾ ഓടിക്കൂടിയപ്പോൾ തന്നെ ഈ മഹത്തായ ട്രോഫി എങ്ങനെ സുരക്ഷിതമായി ഞങ്ങളുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാം എന്നതായിരുന്നു ഞങ്ങളുടെ ചിന്ത. ഞങ്ങളെ കൊണ്ടാകുന്നത് പോലെ കഴിയുന്നത്രയും ഈ ട്രോഫി സംരക്ഷിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ശരീരത്തിൽ നിന്നും തല വേർപെടുത്തി കൊണ്ടുപോകുന്നത് വരെയെങ്കിലും. അങ്ങനെ അതിനു പറ്റിയ ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ അവിടെ കൂടിയ ആൾക്കൂട്ടത്തിൽ തിരഞ്ഞു. അങ്ങനെ ആ മൂർച്ചയുള്ള ആയുധങ്ങളുമായി ഏന്തി വന്ന ഒരു നാട്ടുകാരനെ കണ്ടെത്തി. അയാളോട് പറഞ്ഞു, നിങ്ങളുടെ ആയുധത്തിന്റെ മൂർച്ച പരീക്ഷിക്കുവാൻ പറ്റിയ ഒരവസരമാണിത്. നിങ്ങൾ ആനയുടെ ശരീരത്തിൽ നിന്നും ആ കഴുത്ത് വേർപെടുത്തിത്ത. അയാളെ കൊണ്ടാവുന്നത് പോലെയെല്ലാം അയാൾ ശ്രമിച്ചു. അയാൾ കരുതി അവിടേക്ക് കൊണ്ടുവന്ന അയാളുടെ വാളിന് നല്ല മൂർച്ച ഉണ്ടായിരുന്നു. എങ്കിലും ആനയുടെ ശരീരത്ത് ഒരു പോറൽ പോലും ഉണ്ടാക്കുവാൻ ആ ആയുധത്തിന് സാധിച്ചില്ല. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, അത്രയ്ക്കും കട്ടിയേറിയ തൊലിയായിരുന്നു ആനയ്ക്കുണ്ടായിരുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നാട്ടുകാരൻ ഒരഭിപ്രായം പറഞ്ഞത്. തോൽപ്പണിക്കാരുടെ കൈവശം ഉണ്ടായിരിക്കുന്ന ഒരായുധമുണ്ട്.
അതുപയോഗിച്ച് അതിൻ്റെ ശരീരത്തിൽ തുളച്ചു കഴിഞ്ഞാൽ അതുവഴി മൂർച്ചയേറിയ ആയുധങ്ങൾ കടത്തുകയും ശരീരത്തിൽ നിന്നും തല സുഗമമായി വേർപെടുത്തുവാനും സാധിക്കുമെന്നും അവർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇനിയും രാവിലെ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. രാത്രിയാകുമ്പോഴേക്കും ഈ തല എങ്ങനെ സംരക്ഷിക്കുമെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു ഞങ്ങൾ. രാത്രിയാവുമ്പോഴേക്കും മാംസം ഭക്ഷിക്കുവാൻ വേണ്ടി അവിടേക്ക് കഴുതപ്പുലികളും കുറുക്കന്മാരും വന്നെത്തും. അങ്ങനെ അവർ അവിടേക്ക് എത്തുകയാണെങ്കിൽ ഉറപ്പായും അവർ ആ തലയും നശിപ്പിക്കും. അതിനു മുന്നേ തന്നെ തല വേർപെടുത്തി ഞങ്ങളുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു വല്ലാതെ. അങ്ങനെ ഞങ്ങളുടെ തീരുമാനത്തിനൊടുവിൽ ഞങ്ങൾ ആനയുടെ ശരീരത്തിൽ നിന്നും അതിനെ തല വേർപെടുത്തിയെടുത്തു. ആ സമയം അവിടെ എത്ര ആളുകളുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ അവരുടെ എല്ലാവരുടെയും സഹായത്തോടെ ആ തല ഞങ്ങളുടെ ആനയുടെ പുറത്തേക്ക് എടുത്തുയർത്തി വെക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടു. അതിൻ്റെ ഭാരം ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അതിൻ്റെ ശരീരത്തിൽ നിന്നും തൊലിയും മാംസവും എല്ലാം വേർപെടുത്തി വീണ്ടും കുറച്ചു സമയം കൂടി ഇവിടെ ചെലവഴിച്ച് ആനയുടെ പുറത്തേക്ക് എടുത്ത് വെക്കുക എന്നത് തികച്ചും അസാധ്യമായ കാര്യമാണ്. നേരം ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒട്ടും സമയം കളയുവാൻ ഇല്ല. വനത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സമയവും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ പറഞ്ഞത് പ്രകാരം ആനയുടെയും അവൻ്റെ ശരീരത്തിൽ നിന്നും അടർത്തിയെടുത്ത തലയുടെയും മുകളിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് കയറുകയും അതിൻ്റെ ശാഖകളും കമ്പുകളും വെട്ടിയെടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കുകയും ചെയ്തു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും വനത്തിലെ വന്യജീവികൾ ഇതിൻ്റെ അരികിലേക്ക് അടുക്കില്ല. കാരണം അവയ്ക്കറിയാം, ഒരിക്കലും വനത്തിൽ ജീവിക്കുന്ന മൃഗങ്ങൾ അവരുടെ ശരീരത്തിന് മുകളിൽ കമ്പുകൾ വെട്ടിവെച്ച് ഉറങ്ങുകയില്ല എന്ന്. അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഏതെങ്കിലും കെണിയാണെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതോടെ ഇതിൻ്റെ അരികിലേക്ക് അവർ വരാനും ഭയക്കും. ആനയുടെ വലിയ തലയും 4 കാലുകളും മുറിച്ചെടുക്കുമ്പോൾ ചുറ്റും നിന്ന ജനക്കൂട്ടത്തിൽ ഏതുതരം മാംസവും കഴിക്കുന്ന പല താഴ്ന്ന ജാതിക്കാരുമുണ്ടായിരുന്നു. അവർക്ക് വളരെ അപൂർവമായി മാത്രമേ മാംസം കിട്ടാറുള്ളൂ. ചിലർ രോഗം ബാധിച്ച് ചത്ത മൃഗങ്ങളുടെ ശവങ്ങൾ പോലും കഴിക്കാറുണ്ട്. അവരുടെ നന്മയ്ക്കായി ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ഊണിലുള്ള അവസരമാണ്. എന്നാൽ അവർ അതുവരെയും അങ്ങനെയൊക്കെയാണ് കഴിച്ചതെങ്കിലും ആനയുടെ മാംസം കഴിക്കുവാൻ അവരെല്ലാം വിസമ്മതിച്ചു. ഞങ്ങൾ പലരും പറഞ്ഞ് അതിനെ സമ്മതിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു: അവരുടെ പിതാക്കന്മാരും പിതാമഹന്മാരും പോലും ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു മാംസം കഴിച്ചിട്ടില്ല, ഞങ്ങൾക്ക് കഴിക്കാൻ ഉദ്ദേശവുമില്ല എന്നായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അവരെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി ഞാനും ഞങ്ങളുടെ സംഘവും ആനയുടെ കാലിൽ നിന്നും ഒരു മാംസം മുറിച്ചെടുക്കുകയും അത് നല്ലപോലെ പാകം ചെയ്യുകയും ചെയ്തു. അവർക്ക് മുന്നിൽ വെച്ച് തന്നെ ഒരു സ്റ്റേക്ക് ഉണ്ടാക്കി ഞങ്ങൾ അത് ആഹരിച്ചു. പറയേണ്ടക്ക വിധത്തിലുള്ള യാതൊരു രുചി വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. രുചിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വെറും ഒരു മാംസം അത്ര തന്നെ, അതിന് മേലെ ഒന്നുമില്ല. ഞങ്ങൾ അങ്ങനെ തുടർന്നുവെങ്കിലും നേരം പുലർന്നിട്ടും അതിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു മാംസത്തുണ്ട് പോലും മുറിച്ചെടുത്ത് പാചകം ചെയ്ത് കഴിക്കുവാൻ അവിടെ കൂടിയിരുന്ന് ആരും തന്നെ തയ്യാറായില്ല. ഞങ്ങൾ യൂറോപ്യന്മാരായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആഹാര രീതിയും വളരെ വിചിത്രമാണെന്ന് അവർ പറഞ്ഞു. അവർക്ക് അവരുടെ ജാതി വ്യവസ്ഥകളുണ്ടെന്നും അതിന് പിന്തുടരുന്ന പല കാര്യങ്ങളും ഉണ്ടെന്നും അവർ വ്യക്തമാക്കി. അതിന് ചേരാത്ത രീതിയിലുള്ള ആഹാരങ്ങൾ അവർ കഴിക്കില്ല എന്നും ഞങ്ങളോട് പറഞ്ഞു. എന്നെങ്കിൽ വേണ്ട എന്ന് വെച്ച് ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ചു. അതിനുശേഷം ചത്തുകിടന്ന ആനയുടെ ശരീരം ഞങ്ങൾ പരിശോധിച്ചു. അതിൻ്റെ മുറിവുകളും മറ്റുമായിരുന്നു ഞങ്ങൾ കണക്കെടുത്തത്. അതിൻ്റെ തലയിലേക്ക് പതിച്ച വെടിയുണ്ടയും ചെവികൾക്കിടയിൽ പതിച്ച ഞങ്ങളുടെ തിരകളും പരിശോധിച്ചു. ഞങ്ങൾ ഷൂട്ട് ചെയ്തതിന് പുറമെ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാരും അതിന് നേരെ നിറയൊഴിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നാൽ അവരുടെ വെടിയുണ്ടകൾക്ക് ആനയുടെ തൊലി തുളയ്ക്കുവാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. വീണ്ടും നടത്തിയ പരിശോധനയിൽ ആനയുടെ ശരീരത്തിൽ നിന്നും 2 പാടുകൾ കൂടി കണ്ടെത്തി. അത് തൊലി വന്ന് മൂടി മുഴകൾ പോലെ രൂപം കൊണ്ടിരുന്നു. മുൻപെപ്പോഴോ അതിൻ്റെ ശരീരത്തിലുണ്ടായ പാടുകളാണവ, അല്ലെങ്കിൽ മുറിവുകളാണവ. ഞങ്ങൾക്കൊപ്പം ക്യാമ്പിലേക്ക് എത്തിയ ബാഗുകൾക്കും മറ്റാളുകൾക്കും വേണ്ട ഭക്ഷണങ്ങളും പാനീയങ്ങളും ഞങ്ങൾ നൽകി. പാനീയമെന്നാൽ മദ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആവോളം അവരെല്ലാം മദ്യപിച്ച് ക്യാമ്പിൽ ബോധം കെട്ട് ഉറങ്ങി. അന്നത്തെ രാത്രിയിൽ നൃത്തവും സംഗീതവുമായി ഒരാഘോഷം തന്നെയായിരുന്നു ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. ക്യാമ്പ് നിൽക്കുന്നത് വനത്തിനുള്ളിലാണ്. രാത്രിയാണ്, വനം ഉണരുന്ന സമയമാണ്. ആനകളുടെ ശല്യമൊന്നും ആ വനത്തിലില്ല. നമ്മൾ കഥയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. എന്നാൽ മറ്റ് മൃഗങ്ങളുടെ കാര്യം അങ്ങനെയല്ല. കടുവകളും പുലികളും ചെന്നായ്ക്കളുമെല്ലാം കറങ്ങി നടക്കുന്ന വനമാണ്. രാത്രിയിൽ ഏതെങ്കിലും ബൈക്കുകൾ ഉറങ്ങാതെ
ആ ക്യാമ്പിന് കാവൽ നിൽക്കുകയാണ് പതിവ്. അങ്ങനെ ആനയെ കൊലപ്പെടുത്തി അവർ ക്യാമ്പിലേക്ക് തിരിച്ചു വന്ന ആ രാത്രിയിലും അങ്ങനെ ഒരു സംഭവം അവിടെ അരങ്ങേറി. അർദ്ധരാത്രി കഴിഞ്ഞു കാണണം. ക്യാമ്പ് നിൽക്കുന്ന ആ വനത്തിന്റെ ഉള്ളിൽ നിന്നും ആ ബൈക്ക് വ്യക്തമായി തന്നെ കേട്ടതാണ് ഒരു കടുവയുടെ മുരൾച്ച. അതേത് ഭാഗത്തു നിന്നും ഉയർന്നു വന്നതാണെന്ന് അവൻ ഇപ്പോഴും അറിയില്ല. ആ മൃഗത്തിന്റെ ഗർജനത്താൽ അവൻ അക്ഷരാർത്ഥത്തിൽ തരിച്ചു നിന്നുപോയി എന്നാണ് പറഞ്ഞത്. അവൻ വളരെ വേഗം ക്യാമ്പിലേക്ക് ഓടിപ്പോവുകയും എന്നെ വിവരം അറിയിക്കുകയും ചെയ്തു. നല്ല ഉറക്കത്തിലും ക്ഷീണത്തിലുമായിരുന്നു ഞാൻ അപ്പോൾ ഉണ്ടായിരുന്നത്. അവൻ പറഞ്ഞത് പൂർണ്ണമായി എനിക്ക് ആ ഉറക്കപ്പിച്ചയിൽ മനസ്സിലായില്ല. എങ്കിലും ഞാൻ എൻ്റെ റൈഫിൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. പുറത്ത് കൂരിരുട്ടാണ്. ക്യാമ്പിന്റെ മുന്നിലായി കത്തിച്ചു വെച്ചിരിക്കുന്ന ആ തീയുടെ ആ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അരണ്ട വെളിച്ചത്തിൽ ആ വെളിച്ചത്തിനപ്പുറം ഉള്ളതൊന്നും കാണുവാൻ എനിക്കും സാധിച്ചില്ല. അവൻ്റെ കൂടെ കുറച്ച് സമയം ഞാൻ അവിടെ ചിലവഴിച്ചു, ഏകദേശം 1/4 മണിക്കൂറോളം. അപ്പോഴേക്കും എൻ്റെ ഉറക്കം പൂർണ്ണമായും വിട്ടുപോയിരുന്നു. എൻ്റെ സഹായിയെയും ഞാൻ ഉണർത്തിയിരുന്നു. അവൻ എനിക്ക് വേണ്ടിയുള്ള ഒരു കോഫിയും അവിടേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പതിയെ 1/4 മണിക്കൂറുകൾ കഴിഞ്ഞുപോയി. ആ ബൈക്ക് പറഞ്ഞതുപോലെയുള്ള ഒരു കടുവയുടെ മുരളിച്ച ഞാൻ കേട്ടില്ല. എന്നാൽ അവനെ ശാസിച്ച് അവനെ വഴക്കു പറഞ്ഞ് തിരികെ ക്യാമ്പിലേക്ക് ഞാൻ കയറി ഉറങ്ങാൻ കട്ടിലിലേക്ക് കിടന്നപ്പോൾ തന്നെ വീണ്ടും ഞാനും ആ കടുവയുടെ മുരളിച്ച കേട്ടു. അതിപ്പോൾ കേട്ടത് ഞങ്ങളുടെ ക്യാമ്പിനെ അരികിൽ നിന്നുമാണ്. ഞാൻ വളരെ വേഗം എൻ്റെ റൈഫിൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. ഞാൻ എൻ്റെ കാത് കൂർപ്പിച്ചു വെച്ചു. ആ കടുവയുടെ കാൽപതനമോ അല്ലെങ്കിൽ ഇനിയൊരു ഗർജനമോ കേൾക്കുമോ എന്നായിരുന്നു ഞാൻ ചെവിയോർത്തത്. എന്നാൽ യാതൊന്നും കേട്ടില്ല. അല്പസമയം ഞാൻ കാത്തു നിന്നു. പിന്നീട് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴും ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടതുവശത്ത് നിന്നും അങ്ങ് അകലെ നിന്നും ആ കടുവയുടെ മുരൾച്ച വീണ്ടും കേട്ടു. ഞാൻ ആ മുരൾച്ച കേട്ട ഭാഗത്തേക്ക് എൻ്റെ റൈഫിൾ ചൂണ്ടി നിറയൊഴിച്ചു. റൈഫിൾ പൊട്ടുന്നതിന് മുന്നേ വരെ ആ ക്യാമ്പ് വളരെ ശാന്തമായിരുന്നു. റൈഫിലിൻ്റെ ശബ്ദം ആ ക്യാമ്പിനെ തന്നെ പിടിച്ചു കുലുക്കി. ഉറക്കത്തിൽ നിന്നവർ ഞെട്ടി ഉണർന്നു. എൻ്റെ സുഹൃത്ത് ആദ്യം അവിടേക്ക് ഓടിയെത്തി. അവൻ്റെ കൈവശവും റൈഫിലുകൾ ഉണ്ടായിരുന്നു. കടുവയുടെ ഗർജനമോ മുരൾച്ചയോ പിന്നീട് ആ ക്യാമ്പിൽ കേട്ടില്ല. കാര്യം എന്താണെന്ന് ബാക്കിയുള്ളവരും തിരക്കി. വളരെ വിശദമായി തന്നെ ഞാൻ കാര്യം പറഞ്ഞു. ഒരു കടുവ നമ്മുടെ ക്യാമ്പിൻ്റെ അരികിലൂടെ കടന്നുപോയി. അവനെ വിരട്ടി വനത്തിലേക്ക് ഓടിക്കുവാൻ വേണ്ടിയാണ് നിറയൊഴിച്ചതെന്ന്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ ക്യാമ്പിലേക്ക് ആ കടുവ കടന്നു വരാഞ്ഞത്. അല്ലെങ്കിൽ ഒരു പക്ഷേ അത് മനുഷ്യഭോജിയായ കടുവയായിരിക്കില്ല. ഭയന്ന് ആ കടുവ തിരികെ ക്യാമ്പിലേക്ക് പോയി. പിന്നീട് ഞങ്ങൾ പോകുന്നത് വരെയും ആ കടുവയുടെ യാതൊരു ശല്യവും ഞങ്ങൾക്കുണ്ടായില്ല. അതിനെന്താണ് പറ്റിയെന്നും ഞങ്ങൾ തിരക്കാനും പോയില്ല. നേരം പുലർന്നപ്പോൾ ക്യാമ്പിന് ചുറ്റും പരീക്ഷിച്ച് ഞങ്ങൾക്ക് ആ കടുവയുടെ കാൽപ്പാടുകൾ കാണുവാൻ സാധിച്ചിരുന്നു. അതിനുശേഷം ആനയെ കൊല്ലുന്നവർക്കുള്ള പാരിതോഷികം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നില്ലേ? അത് 200 രൂപയായിരുന്നു. അത് ഞങ്ങൾ കൈപ്പറ്റുകയും ഞങ്ങൾക്കൊപ്പം ഞങ്ങളെ സഹായിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന ബൈക്കുകൾക്ക് വേണ്ടി ഞങ്ങളത് നൽകുകയും ചെയ്തു. അവർക്കൊരു അത്ഭുതമായിരുന്നു ആ 200 രൂപ എന്നത്. കാരണം അവിടുത്തെ ആളുകൾക്ക് മാസവരുമാനം എന്നത് വെറും 2 രൂപയാണ്. ദിവസക്കൂലി എന്ന നിലയിൽ കിട്ടുന്നത് ഒരു ഷെല്ലിംഗ് മാത്രമാണ്. ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ചില ബൈക്കുകൾ അപ്പോൾ തന്നെ ആ പൈസ അടിച്ചു തീർത്തു. എന്നാൽ ഞങ്ങൾക്ക് വഴികാട്ടുവാൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഭക്ത് തുടങ്ങിയ കുറച്ചു പേർ മാത്രമാണ് അത് നല്ല പോലെ വിനിയോഗിച്ചത്. അവർ കുറച്ച് കന്നുകാലികളെ വാങ്ങിച്ചു. അവർ പുതുതായി തൊഴിൽ പഠിക്കുകയും കൃഷിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ആ തൊഴിൽ അവർക്ക് പുതുമയായിരുന്നു. എങ്കിലും അതുകൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തുവാൻ അവർ അന്ന് തീരുമാനിക്കുകയായിരുന്നു. ഈ ആനയുടെ മരണം കുറച്ചുപേരുടെ ജീവിതമാണ് മാറ്റിമറിച്ചത്. അതുമാത്രമല്ല, അവിടുത്തെ ആളുകൾക്കിടയിലുള്ള ഞങ്ങളുടെ ചിന്താഗതിയും മാറ്റി. ഞങ്ങൾ ഇത്രയും ദാനധർമ്മിഷ്ഠരാണെന്ന് അവർ കരുതിയിരുന്നില്ല. ഒരിക്കലും അവർക്ക് പണം നൽകുകയില്ല എന്ന് അവർ കരുതിയിരുന്നു. കുറച്ച് പഴയ തുണിയോ ഗ്ലാസോ ആഹാരമോ മാംസമോ അല്ലെങ്കിൽ ഷില്ലിങ്ങുകൾ മാത്രമേ നൽകുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് മാത്രമാണ് അവിടുത്തെ ആളുകൾ അത്രയും നേരം നനച്ചത്. എന്നാൽ ഇത് അവരുടെ സ്വപ്നത്തിനും അപ്പുറമായിരുന്നു. പലരുടെയും സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഒന്നായിരുന്നു ഇത്. രണ്ടാമത്തെ ദിവസവും ആനയുടെ ശരീരത്തിനൊപ്പമായിരുന്നു ഞങ്ങൾ നടന്നത്. അതിൻ്റെ ശരീരത്തിൽ നിന്നും തല വേർപെടുത്തി എന്ന് പറഞ്ഞിരുന്നല്ലേ? തലയിൽ നിന്നും ശരീരത്തിൽ നിന്നും അതിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കേണ്ടതുണ്ട്. വളരെ പ്രയാസമേറിയ കാര്യമാണ്. വളരെ പണിപ്പെട്ടുകൊണ്ട് ആ ഭാരമേറിയ ആനയുടെ ശരീരത്തിൽ നിന്നും തലയിൽ നിന്നും തൊലി പതിയെ പതിയെ ഉരിഞ്ഞെടുത്തു. എന്നാൽ തലയുടെയും ശരീരത്തിൻ്റെയും അടിഭാഗത്തെ തൊലി ഉരിഞ്ഞെടുക്കുവാൻ വളരെ പ്രയാസമാണ്. തല ഉയർത്തുവാൻ അവിടുത്തെ ആളുകളെ കൊണ്ട് കഴിയുന്നില്ല. അത്രയും ഭാരമായിരുന്നു ആ തലയ്ക്കുണ്ടായിരുന്നത്.
അവസാനം ഞങ്ങൾ കമ്പുകളും മറ്റും ഉപയോഗിച്ച് ഒരു ചെറിയ ഗിയർ സിസ്റ്റം അവിടെ ഉണ്ടാക്കിയെടുത്തു. ആ തടിയിലേക്ക് തല കെട്ടി പതിയെ ആളുകളുടെ സഹായത്തോടെയും ആനയുടെ വളർത്താനകളുടെയും സഹായത്തോടെ അത് വലിക്കുകയും അത് തിരിച്ച് മറിച്ചിടുകയും ചെയ്തു. വീണ്ടും ദിവസങ്ങൾ എടുത്തുകൊണ്ട് തലയിൽ നിന്നും ആ തൊലി ഉരിഞ്ഞെടുത്തു. പിന്നെ പതിയെ തലയിൽ നിന്നും മാംസങ്ങൾ അടർത്തിയെടുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തു. 2-3 ദിവസങ്ങൾക്കപ്പുറം തലയും കാലും വാലും ഒഴികെയുള്ള ബാക്കി ശരീരാവശിഷ്ടങ്ങൾ അവിടെ അഴുകുകയും ചീഞ്ഞ് നാറുകയും ചെയ്തു. പതിയെ ഞങ്ങളുടെ പണി തുടർന്നു. കട്ടിയേറിയ കൊഴുപ്പാർന്ന ആ തൊലി ആനയുടെ ശരീരത്തിൽ നിന്നും വേർപെടുത്തിയെടുത്തു. വളർത്താനകളുടെ പുറത്തേന്തി അത് ഞങ്ങളുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അത്രയും വിലമതിക്കാനാകാത്ത ഒരു ട്രോഫി ആയിരുന്നുവല്ലോ അത്. അതിന് കേടുപാടുകൾ സംഭവിക്കാതെ വേണം ക്യാമ്പിലേക്ക് എത്തിക്കേണ്ടത്. ആഫ്രിക്കയിൽ പ്രശസ്തനായ സർ സാമുവൽ ബേക്കർ എന്നോട് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അദ്ദേഹം കേട്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഒറ്റയാന തന്നെയായിരുന്നു ഇവനെന്ന്. നാട്ടിൽ നിന്നും പോയി കാട്ടിലേക്ക് കയറി കാട്ടാനയായി മാറി നിരവധി പേരുടെ ജീവനെടുത്ത കൊലയാനയായി മാറിയ മാണ്ട്ലയിലെ രാക്ഷസന്റെ കഥ. ഇവിടം കൊണ്ട് ഈ കഥ അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.